ഓക്കെ, റെക്കോർഡിംഗ് സ്റ്റാർട്ടാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. കുറേ കാലങ്ങൾക്ക് ശേഷം ഒരുപാട് പേരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് നമ്മൾ കൗൺസിലിങ്ങിൻ്റെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൗൺസിലിങ്ങിന് വളരെ വലിയ സാധ്യതകളുള്ള ഒരു മേഖലയാണ്. എന്നാൽ ഇരിക്കുന്ന ആളുകൾക്ക് വളരെയധികം പ്രയാസമുള്ള ഒരു മേഖല. കൗൺസിലിങ്ങിന് ഇരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റിവെച്ച് മറ്റുള്ള ഒരാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ സമയത്തെ മാറ്റിവെച്ച്, സമയത്തെ മാത്രമല്ല നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും നമ്മുടെ ചിന്തകളെയും എല്ലാം മാറ്റിവെച്ച് മറ്റൊരാളുടെ പ്രയാസം കേൾക്കാനും അയാളുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും അകറ്റിക്കൊടുക്കാനും നമ്മളെ കൊണ്ട് കഴിയുക എന്നതാണ് ഈ ഒരൊറ്റ സിറ്റിങ്ങിന്റെ പ്രധാനമായ ലക്ഷ്യമായിട്ട് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ആ കൗൺസിലിങ്ങിന് ഇരിക്കുന്ന വ്യക്തിക്ക് വളരെ വലിയ സന്തോഷവും സമാധാനവും ആശ്വാസം നൽകാൻ നമുക്ക് കഴിയുക എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അങ്ങനെ ഒരാളുടെ ദുരിതവും സങ്കടവും എല്ലാം മാറ്റി അയാളെ ഊർജ്ജസ്വലനാക്കി മാറ്റാൻ നിങ്ങളെ കൊണ്ട് കഴിയും എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നിലവിൽ നിങ്ങളുടെ കയ്യിലുണ്ടാവും. നിങ്ങൾക്ക് ഒന്നും അറിയാതെ തന്നെ നിങ്ങളുടെ കുടുംബക്കാർക്ക്, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ പലപ്പോഴും നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ആശ്വാസമാവാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് സത്യമാണ്. അവർ പറയും, നിന്റെ അടുത്തിരുന്നാൽ, നിന്റെ വാക്ക് കേട്ടാൽ ഒരു സമാധാനമാണ്, ഒരു ആശ്വാസമാണ്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, നിങ്ങളിൽ ഒരു കൗൺസിലർ ഉണ്ട്. ആ കൗൺസിലർക്ക് ഇതുവരെ ചെയ്ത വർക്കുകൾക്കൊന്നും ഒരു ഇൻകം ജനറേറ്റ് ചെയ്തതായിരുന്നില്ലെങ്കിൽ ഇനി ഒരു സിസ്റ്റം ബേസ് ചെയ്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സംസാരം തന്നെയാണ് അയാളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതും. ഒരു പക്ഷേ വലിയ മരുന്നുകൾക്ക് അടിമപ്പെട്ട ഒരാളെ ആ മരുന്നുകളിൽ നിന്ന് പോലും രക്ഷപ്പെടുത്താനും നിങ്ങളെ കൊണ്ട് കഴിയുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കൗൺസിലർ ആവുക എന്ന ഒരു എങ്ങനെ ഞാൻ കൗൺസിലിംഗ് ചെയ്യാം, എനിക്കൊന്നും അറിയില്ലല്ലോ എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ ആ ധാരണ മാറ്റാനാണ് നമ്മുടെ ഈ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിൽ വന്നത് നിലവിൽ സൈക്കാട്രി ഡോക്ടേഴ്സും സൈക്കോളജിസ്റ്റുകളും അതുപോലെ തന്നെ ഒരുപാട് ഡോക്ടേഴ്സ്, അതായത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന, സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ബിരുദങ്ങൾ സൈക്കോളജിയിൽ PGയും ഡിഗ്രിയും ഒക്കെ എടുത്തിട്ട് വീട്ടിലിരിക്കുന്ന കുറേ ആളുകളും നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ NLP ബേസ് ചെയ്തിട്ട്, എന്താ NLP എന്ന് പറയാം, NLP ബേസ് ചെയ്തിട്ട് ഒരാളുടെ ദുരിതം മാറ്റാൻ അല്ലെങ്കിൽ പ്രയാസം മാറ്റാൻ, സങ്കടം മാറ്റാൻ നിങ്ങളെ കൊണ്ട് കഴിയുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ സംഭവം തന്നെയാണ്, നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ 100% ഉറപ്പ്. അതാണ് ഗ്യാരണ്ടി, എൻ്റെ ഗ്യാരണ്ടി. നിങ്ങളെ കൊണ്ട് കഴിയും, നിങ്ങൾ അതിന് ഞാൻ പ്രാപ്തനാക്കും. അപ്പോൾ ഇന്ന് വന്ന നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, എനിക്ക് കൗൺസിലിംഗ് ചെയ്യാൻ കഴിയുമോ ഇല്ല എന്നത് അവിടെ നിൽക്കട്ടെ. ആദ്യം നിങ്ങൾ പരസ്യപ്പെടുത്തുക. എങ്ങനെ പരസ്യപ്പെടുത്തുക? നിങ്ങൾക്ക് കൗൺസിലിംഗ് ചെയ്യാൻ അറിയും, നിങ്ങൾ കൗൺസിലിങ്ങിന് സ്റ്റാർട്ട് ചെയ്യാൻ റെഡിയായി എന്ന് പരസ്യം ചെയ്യാൻ മാനസികമായി തയ്യാറാവുക. പരസ്യം ചെയ്ത് തുടങ്ങുന്നു വേണ്ട, അതിനു വേണ്ടി നിങ്ങൾ മാനസികമായി തയ്യാറാവുക എന്നതാണ് ഇന്നത്തെ ഒരു സെഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് കൗൺസിലിംഗ്, എങ്ങനെയാണ് കൗൺസിലിങ്ങിന് നിങ്ങളെ സജ്ജമാക്കേണ്ടത് എന്നിത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ സംസാരിച്ചു കൊണ്ടിരിക്കും. അതിനിടയിൽ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ട്സ്, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ആ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യുകയും ചെയ്യാം. പറഞ്ഞു വന്നത്, ഒരാളുടെ പ്രയാസം മാറ്റാൻ നിങ്ങൾ സംസാരിക്കുന്ന ഒരാളാണ്. ഇപ്പൊ നമ്മളെ കൂടെ കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്ന ആളുകൾക്ക് ഇപ്പോ വിദേശികളായ, അറബികളായ അല്ലെങ്കിൽ വിദേശ ഭാഷ സംസാരിക്കുന്ന ആളുകളെല്ലാം കൗൺസിലിങ്ങിന് നമ്മളെ തേടി വരൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഈ ഭാഷ അറിയില്ല എന്താ പ്രശ്നം? അതും പ്രശ്നമല്ല. ഭാഷ അറിയില്ല, കേസ് അറിയില്ല, അങ്ങനത്തെ കേസൊന്നുമില്ല. മാനസികമായി നിങ്ങൾ റെഡിയാണോ? ഒരാളുടെ മാനസികമായ സംഘർഷത്തെ മാറ്റിക്കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുക എന്നതാണ് ഒരു സൈക്കോളജിസ്റ്റിന്റെ ലക്ഷ്യം. ഒരു പനി വന്നു, നമ്മൾ ഡോക്ടറെ കാണും, ഡോക്ടർ ഒരു മെഡിസിൻ എഴുതി കൊടുക്കും. നമ്മൾ മെഡിസിൻ ഒന്നും എഴുതി കൊടുക്കുന്നില്ല. മാനസിക രോഗമുള്ള ഒരാളുണ്ട്, അയാളും നമ്മളെ അടുത്തേക്ക് വരുന്നില്ല. മാനസിക രോഗമുള്ള ആൾ എവിടേക്കാ പോകുന്നത്? സൈക്കാട്രി ഡോക്ടറെ അടുത്തേക്കാ പോവാം. ആ ഡോക്ടർ മരുന്ന് കൊടുത്തോളും. നമ്മൾ മരുന്നും കൊടുക്കുന്നില്ല. നമ്മൾ എന്താ ചെയ്യുന്നുള്ളൂ? അയാൾക്കൊരു ചിന്തയുടെ പാറ്റേൺ ഉണ്ട്,
ഏതൊരാൾ ഒരു വസ്തുവിനെ കുറിച്ച് കേട്ടാൽ മതി, അയാൾ മനസ്സിലേക്ക് ഒരു ചിത്രം വരും. നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ചിത്രം വരുത്താം. ആന, ബസ്, കാറ്, പേന, കമ്പ്യൂട്ടർ, മൊബൈൽ, ഇതൊക്കെ കുറെ വസ്തുക്കളുടെ പേരുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അതിന്റെ ചിത്രങ്ങൾ വന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ഇടപെടാവുന്നതാണ്. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിത്രം വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈക്കോൺ ആയിക്കോളൂ, പറഞ്ഞോളൂ. വന്നു എന്ന് വെച്ചാൽ ഒരു മാനസിക പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസം ദൂരീകരിക്കാൻ ഈ പറയപ്പെട്ട ചിത്രങ്ങളെ ചെറുതായി ഒന്ന് എഡിറ്റ് ചെയ്യുക എന്നതാണ് ആ മാനസിക പ്രയാസത്തെ ദൂരീകരിക്കാനുള്ള എളുപ്പവഴി. ഞാൻ ഈ ക്ലാസ്സിന്റെ ഇടയിൽ ഈ ക്ലാസ്സിനെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ ഇന്ന് നമ്മുടെ അഡ്വക്കേറ്റ് നജിമൽ ബാബു സാർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നമ്മുടെ ഒരു സഹപ്രവർത്തകനാണ്. എൻ്റെ കൂടെ ഒരുപാട് മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും അവരും ഒരുമിച്ച് പഠിച്ച ആളുകളുമാണ്. മാത്രമല്ല പിന്നെ അദ്ദേഹത്തിന്റെ ഒരുപാട് ക്ലയൻസുകളെ എൻ്റെ അടുത്തേക്ക് അയച്ചിട്ടുമുണ്ട്. പലപ്പോഴും കൗൺസിലിങ്ങിന് ഇരിക്കാൻ മടിച്ചിരിക്കുന്ന എന്നെ നിർബന്ധിച്ചിട്ട് ഓരോ ക്ലയന്റുകളെ എൻ്റെ അടുത്തേക്ക് അയക്കുന്ന ആളും കൂടെയാണ്. എനിക്ക് വളരെ ബഹുമാനമുള്ള ആളും കൂടെയാണ്. അതുകൊണ്ട് ഞാൻ നജിമൽ ബാബു സാറിനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ക്ലാസ്സിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യാണ്. നമ്മളെ കൂടെ മാസ്റ്റർ ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു പലപ്പോഴായിട്ട്. സാറിനെ വെൽക്കം ചെയ്യുന്നു. ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്ന ആളും ഞാൻ തന്നെയാണ്. ഇനി ഈ ക്ലാസ്സിനെ ഉദ്ഘാടകനായിട്ട് ഞാനത് പരസ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അത് സാറിന്റെ നല്ലൊരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു ഞാൻ കുറച്ച് സമയം. പിന്നെ ഞാൻ തിരക്കിലായി പോയി. അപ്പോൾ സാറിനെ ഈ വന്ന ആളുകൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം എൻ്റെത്. അതിൽ വളരെ പ്രധാനമാണ് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജില്ലാ ജഡ്ജി അല്ല, അങ്ങനെയല്ലേ സാറേ? മൈക്കോ ഓഫാണ് സാറേ. മജിസ്ട്രേറ്റ് ആയിരുന്നു. അപ്പോ സാറിനെ പ്രത്യേകമായിട്ട് ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഉദ്ഘാടക കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ആദരപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യാണ്. ഓക്കെ സർ, സാറിന് തുടരാം. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി സാർ ഈ ക്ലാസിന്റെ മെന്റർ, ക്ലാസ് എടുക്കുന്ന ആള് എന്ന് പറയുന്നതിനെക്കാട്ടും മെന്റർ എന്നാണ്. പലപ്പോഴും കഴിഞ്ഞ 20 വർഷമായിട്ട് 21ാമത്തെ വർഷമാണ് ഞാൻ അഭിഭാഷകനായിട്ട്. അതിൻ്റെ ഒരു 8 വർഷത്തോളം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പറായി. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പറും അതിന്റെ പ്രസിഡന്റും ഒക്കെ ആയിട്ടുണ്ട്. ചാർജോട് കൂടി പ്രസിഡന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ കാലഘട്ടത്തിലൊക്കെ ഇതിനു വേണ്ടി ഈ ഒരുപാട് ഇഷ്യൂകൾ കൈകാര്യം ചെയ്യാം. ഫാമിലി കേസാണെങ്കിലും അതുപോലെ തന്നെ സെക്ഷൽ ഒഫൻസ് കേസുകൾ, പോക്സോ കേസുകൾ, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകൾ വരാറുണ്ട്. ആ കേസിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ കേസുകൾ, ഈ ഫാമിലി കേസുകളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിൽ 99% പ്രശ്നങ്ങളും അവർ തമ്മിലുള്ള തുറന്നു പറച്ചിലുകളില്ല. തുറന്നു പറച്ചിലുകൾ മാത്രമല്ല, അവർ തമ്മിലുള്ള സൈക്കോളജിക്കൽ ബന്ധം അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പൊ അതിനൊരു ടൂള് എന്ന നിലയിൽ ഞാൻ 2004 അന്ന് 80,000 രൂപ, ഏകദേശം 60,000 മുതൽ 80,000 രൂപ വരെ കൊടുത്താണ് ഇതേ NLP ഞാൻ പഠിച്ചത്. അതിനുശേഷം 5 ദിവസം ഗോവയിലുള്ള ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്, കോഴിക്കോട് പോയിട്ടുണ്ട്, തിരുവനന്തപുരത്ത് പോയിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ കോഴ്സ് ഏകദേശം എനിക്ക് 2-2.5 ലക്ഷം രൂപയുടെ അടുത്ത് ടോട്ടൽ കോസ്റ്റും യാത്രാ ചെലവും റൂം ഒക്കെ അടുത്ത് ചെലവാക്കിയ ഒരു കോഴ്സാണ്. ഇന്ന് നിങ്ങൾക്ക് ഇത്ര ചുരുങ്ങിയ ചെലവില് മുഹമ്മദ് അലി മാഷ് ഒരു സമൂഹ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു സമൂഹത്തിന് ഗുണമുണ്ടാകട്ടെ എന്ന് കരുതി ഇദ്ദേഹം പഠിക്കുന്നത്. ഈ കോഴ്സിന്റെ മൂല്യം അറിയാത്തത് കൊണ്ടാണ് പല ആളുകളും ഈ കോഴ്സിന് ചേരാത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ ജീവിതത്തിൽ, എന്റെ പ്രൊഫഷണലിൽ, എന്റെ ഈ പ്രൊഫഷണൽ കരിയറിലെ വളർച്ചക്കൊക്കെ പിന്നിൽ ഞാൻ പഠിച്ച MSc സൈക്കോളജിയും അതുപോലെ തന്നെ NLP ടൂളുകൾ, TA ടൂളുകൾ, ഒരുപാട് ടൂളുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും ഗുണമുള്ള ഒരു ടൂളാണ് സൈക്കോളജി. കാരണം ഒരു ക്ലയന്റ് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആ ക്ലയന്റിന്റെ ശരീരഭാഷ കൊണ്ട് തന്നെ എന്താണ് പ്രശ്നം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. പണ്ട് കൊണ്ടോട്ടിയിലെ ഡോക്ടർ ഉണ്ട് എന്ന് പറയും. ആള് വരുമ്പോ തന്നെ ആൾ മരുന്ന് എഴുതി തുടങ്ങിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞേക്കാം. കേസുകളൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ബോഡി കളവ് പറയില്ല എന്നാണ്. നാവ് കളവ് പറഞ്ഞാലും നമ്മൾ കളവ് പറഞ്ഞാലും നമ്മുടെ കണ്ണും നമ്മുടെ ശരീരവും നമ്മുടെ പ്രവൃത്തി നമ്മുടെ ബോഡി ലാംഗ്വേജും കളവ് പറയില്ല.
അത് മനസ്സിലാക്കി അവർ പറയുന്ന കാര്യങ്ങൾ ചികിത്സിക്കാനും, ചികിത്സ അല്ല അഡ്വൈസ്, ചികിത്സ എന്ന പേര് പറയല്ല, അഡ്വൈസ് നൽകാനും അവരെ അവയർനെസ് ബോധവൽക്കരിക്കാനും ഏറ്റവും നല്ലൊരു ടൂളാണ് NLP. ഈ NLP ടൂള് ജനങ്ങളിടയിൽ, സാധാരണക്കാരിടയിൽ എത്തിക്കുന്നതിനും അതുപോലെ തന്നെ അവയർനെസ് ഉണ്ടാക്കാൻ, അവയർനെസ് ആണ് ഒരു രോഗം, എനിക്ക് ഇന്ന സംഗതിയാണ് എന്റെ കുഴപ്പം എന്ന് മനസ്സിലാക്കിയാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും. പ്രൊഫഷണൽ ടീച്ചേഴ്സിന് ഉപയോഗപ്പെടും, അഭിഭാഷകർക്ക് ഉപയോഗപ്പെടും, ഒരുവിധം ഡോക്ടേഴ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും സമൂഹ പ്രവർത്തകരും വീട്ടമ്മയാണെങ്കിലും എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു ടൂളാണ് NLP. അതിന്റെ സബ് മോഡാലിറ്റീസ് അടക്കമുള്ള 20 ദിവസത്തെ ക്ലാസ്സിന് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായിട്ട്, ദൈവത്തിന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സാർ ഇനിയും തുടരണമെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അപ്പോഴേക്ക് ഉദ്ഘാടനം നിർത്തി. എന്നാലും സാറേ വളരെ സന്തോഷം, വളരെ സന്തോഷം ഞങ്ങൾ ആ വാക്കുകളിൽ. എന്നാലും നമ്മളുടെ ഈ ക്ലയന്റുകളും എന്റെ ഈ കൗൺസിലിംഗ് ബന്ധപ്പെട്ട് 2 വാക്കും കൂടെ പറഞ്ഞാൽ നന്നായിരുന്നു തോന്നുന്നു സാർ. നിങ്ങൾ എന്റെ അടുത്ത് അയച്ച ഒരുപാട് ക്രിട്ടിക്കൽ കേസുകൾക്ക് വളരെ പെട്ടെന്ന് കിട്ടിയ റിസൾട്ടുകളും മറ്റുള്ള കാര്യങ്ങളും ഒന്ന് സൂചിപ്പിച്ചാൽ ഞാൻ പറഞ്ഞ ചിലപ്പോൾ അത് എന്നെ പൊക്കി പറയാൻ തോന്നിപ്പോ. അത് ഞാൻ എന്റെ ഒരുപാട്, അതായത് കഴിഞ്ഞ 2013 മുതൽ, ഞങ്ങള് 2004 മുതൽ ബന്ധമുണ്ടെങ്കിൽ 2013 മുതൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുമായി മെമ്പറായ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഈ മാതാപിതാക്കൾ വന്നിട്ട് എന്നോട് പലപ്പോഴും എന്റെ കുട്ടി ലൈംഗിക പീഡനത്തിനായി, അല്ലെങ്കിൽ എന്റെ കുട്ടിക്ക് സ്വപ്നത്തിൽ കണ്ടത് ആക്രമിക്കുകയാണ്, സ്വപ്നത്തിൽ കണ്ട് പേടിയാണെന്ന് പറഞ്ഞ് പല കേസുകളും വരുന്ന സമയത്ത്, അദ്ദേഹം അധ്യാപകനാണ്. പലപ്പോഴും ഞാൻ വിളിച്ചാല് അദ്ദേഹം ഫോൺ എടുക്കും, ഫോൺ എടുത്താലും അദ്ദേഹത്തിന് പ്രയാസങ്ങളുണ്ട്. എനിക്കറിയാം, ഞാൻ 5:30 മണിക്കാണ് എത്തുള്ളൂ, ഞാനിപ്പോ ട്രെയിനിലാണ്. അപ്പൊ ഞാൻ ആളെ 8:30 മണിക്ക് പറഞ്ഞേക്കും. 8 മണിക്ക് പറഞ്ഞയച്ചാൽ അദ്ദേഹം നോ എന്ന് പറയാറില്ല. അതുപോലെ തന്നെ ചില ആളുകൾ പാനിക്കായി വരുന്ന, പല ആളുകളും പാനിക്കായി വരുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അദ്ദേഹം ചെയ്താറില്ല, പക്ഷെ അതൊക്കെ ഭാവിയിൽ ഒരുപാട് റിസൾട്ട് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഞാൻ ഈ വന്ന കാര്യം അന്ന് പറഞ്ഞപ്പോ ഉണ്ടായിരുന്ന അവരെ മുഖഭാവം 3 ദിവസം കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന വരുമാനമാണ് സത്യത്തിൽ പറഞ്ഞാൽ എന്റെ വക്കീൽ ഫീസ് കങ്ങുന്ന കാര്യം. പിന്നെ കേസേ അവർക്ക് വണ്ടി വരാറില്ല, അവർ പിന്മാറാറുണ്ട്. പിന്നെ പല കേസുകളിലും കുട്ടികളും മാതാപിതാക്കളും സത്യത്തിൽ ഈ കൊണ്ടുവരുന്ന ആൾക്കായിരിക്കും പ്രശ്നം. പക്ഷെ നമ്മൾ കൊണ്ടുവരുന്ന ആൾക്കല്ല, പുറത്തുള്ള ആൾക്കാണ് പ്രശ്നം എന്ന് അവർക്ക് മനസ്സിലാവില്ല. ഇത് കൊണ്ടുവരുന്ന മാതാപിതാക്കൾക്കാണ് പ്രശ്നം, കുട്ടിക്കൊരു പ്രശ്നമല്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഭാര്യക്കാണ് പ്രശ്നം എന്ന് പറഞ്ഞ് ഭർത്താവ് വരുമ്പോൾ ഭർത്താവിനായിരിക്കും പ്രശ്നം, ഭാര്യക്ക് പ്രശ്നം എന്നുണ്ട്. പക്ഷെ അത് അവരെ അവയർനെസ് ആക്കണമെങ്കിൽ അത് ഞാൻ പറയാതെ വേറെ കൗൺസിലർ എടുത്ത് പോകുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് പെട്ടെന്ന് ഞാനോ 2-3 ദിവസം കൊണ്ട് അവർ പറഞ്ഞുണ്ടാക്കിയ കാര്യം പുറത്തയച്ച് ഞാൻ ആദ്യ ദിവസം കഴിഞ്ഞാൽ ചോദിക്കും എങ്ങനെയുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് എനിക്ക് തോന്നുന്ന 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് തന്നെ അതിന്റെ സൊല്യൂഷൻ അടക്കം ഉപരി പഠിച്ച് 2-3 സമയം കൊണ്ട് തന്നെ അത് തീർത്തു കൊടുക്കാനുള്ള കപ്പാസിറ്റി. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന ഒരു മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ഞാൻ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. പലപ്പോഴും പല കേസുകളിലും മൂപ്പർക്ക് ടൈം ഇല്ലെങ്കിലും ഞാൻ ശനിയാഴ്ച ഞായറാഴ്ച ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ദിവസങ്ങൾ ബുക്ക് ചെയ്ത് അവരെ വിടാറുണ്ട്. ശരിക്കും 10,000-25,000 രൂപ ഒക്കെ ചെയ്ത് കൗൺസിലിംഗ് ഒരു വളരെ കുറഞ്ഞ ഫീസിനും വളരെ കാര്യങ്ങൾ ക്ലയന്റിന്റെ ഒപ്പം നിന്നുകൊണ്ട് അവർക്ക് അനുസരിച്ച് 2ാമതും 3ാമതൊക്കെ എന്നെ വിളിച്ചിട്ട് ഒന്നുകൂടി സൈൻ വാങ്ങിത്തരുമെന്ന് പറയുമ്പോൾ ഞാൻ വിളിക്കാറില്ല. ഞാൻ എങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച മോമാലി മാഷ്, ഇനിയിപ്പോ മോമാലി മാഷ് ശിഷ്യഗണങ്ങൾ ഒരുപാട് വരികയാണ്, നിങ്ങളൊക്കെ അടുത്തേക്ക് കഴിവില്ല ആളത്തേക്ക് ഞാൻ ആളുകളെ പറഞ്ഞയക്കും. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ക്ലയന്റ് കൗൺസിലിംഗിന്റെ കാര്യത്തിലേക്കൊക്കെ നിങ്ങളുടെ സഹായം തേടും. ഈ വരുന്ന ഇതിൽ ഏകദേശം 39 ആളുണ്ട്. അതിൽ ഏകദേശം ഒരു 30 ആളും പഠിതാക്കളായിരിക്കും. അവർക്കൊക്കെ ക്ലയന്റ് ബേസ് ഡാറ്റാബേസ് കൊടുക്കാനുള്ള സാഹചര്യം ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് 2-3 ആളുകളും തരണം, ചെറിയ പ്രശ്നങ്ങൾക്ക് തീർക്കാൻ 2-3 ആളുകളെ വേണമെന്ന് പറഞ്ഞിട്ട് അത് ഇതിൽ നിന്ന് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അൽഹംദുലില്ലാ. നിങ്ങളുടെ അറിവിന് ഞങ്ങൾക്ക് തന്നതിൽ അതിയായ സന്തോഷമുണ്ട് സാറേ. മറ്റൊന്ന്, പിന്നെ എല്ലാവരോടൊക്കെ കോടതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കിട്ടുമ്പോഴേ നമുക്ക് ചോദിക്കാനുള്ളൂ. ഒരിക്കൽ എൻ്റെ NLP മാസ്റ്ററിൽ ഒരു സിസ്റ്റം ഇല്ലാതെ ഞാൻ കൊണ്ടു നടന്നിരുന്നത്. സാറ് ഒരിക്കൽ വന്ന ശേഷമാണ് ഒരു സിസ്റ്റമാക്കി ഞാനത് കൊണ്ടു നടന്നിരുന്നത്. പലപ്പോഴും ഞാനൊരു ആസ് എ ഫ്രണ്ട്ഷിപ്പ് ആ രീതിയിൽ നമ്മളിങ്ങനെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെയായിരുന്നു ക്ലാസ്സിനെ കൊണ്ടുപോയിരുന്നത്. അതിനൊരു സിസ്റ്റമാക്കി കൊണ്ടുവന്നത് സാറാണ്. ഒരുപാട് നന്ദിയുണ്ട് സാർ. ഇപ്പൊ ഈ തിരക്കിനിടയിൽ ഞങ്ങളുടെ കൂടെ വന്നതിനും, ഇതുപോലെ ആളുകൾക്ക് പ്രത്യേകിച്ച് പൊതുസമൂഹത്തിൽ കൗൺസിലർമാരുടെ ആവശ്യമുണ്ട്. എങ്ങനെ ചോദിച്ചാൽ
ഇതുപോലെ പ്രശ്നങ്ങളുമായി നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ പ്രശ്നത്തിന് പരിഹാരം അവർ കരുതുന്ന ഒരുപാട് മരുന്ന് കഴിച്ചാൽ മതി എന്നാണ്. മരുന്നൊന്നും വേണ്ടതില്ല, ചില ചിന്തകൾക്കൊരു മാറ്റം വന്നാൽ മതി എന്നതിനൊരു കൃത്യമായൊരു ധാരണ കൊടുക്കണമെങ്കിൽ ഇപ്പൊ ഒരു ജഡ്ജി ആവട്ടെ, വക്കീലാവട്ടെ, അവർക്കും വേണം ഒരു അറിവുണ്ടാവുക. ഈ അറിവ് മുഴുവനും നമ്മുടെ നജ്മുൽ ബാബു സാറിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലയന്റിന് വന്ന ഒരു ക്ലയന്റ് വന്നാൽ ഒരു വക്കീല് സാധാരണഗതിയിൽ ചെയ്യേണ്ടത് അദ്ദേഹത്തിനെ കൊണ്ട് മാക്സിമം ഏൺ ചെയ്യാൻ നോക്കലാണ്. ഈ ഫീസ് ആണല്ലോ വക്കീലിന്റെ ഒരു വരുമാനം എന്ന് പറയുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തനായ ഒരു വക്കീലിനെയാണ്, പ്രത്യേകിച്ച് ഞാൻ ഒരു കേസ് വരികയാണെങ്കിൽ ഞാൻ ആദ്യം റെഫർ ചെയ്യാറുള്ളത് ഇവരുടെ അടുത്തേക്കാണ്. എൻ്റെ അടുത്ത് വരുന്നത്, ഇപ്പൊ സാറിന്റെ അടുത്തേക്ക് വന്ന ക്ലയന്റിനെ എൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യുമ്പോൾ ഞാൻ അവരോട് ചോദിക്കലാണ്, നിങ്ങൾ ഇവരുടെ അടുത്തല്ലാതെ എത്ര വക്കീലന്മാരെ കണ്ടു എന്ന് ചോദിക്കലുണ്ട്. പല ആളുകളും പറയാറുള്ളത് ഒരുപാട് വൈകിപ്പോയി ഇദ്ദേഹത്തെ അറിയാനാണ്. അപ്പൊ നിങ്ങളോടും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഇവരുടെ നമ്പർ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന്, ഒരു വക്കീലിനെ നിങ്ങളെ ലൈഫിൽ അത്യാവശ്യം വേണമെങ്കിൽ നജ്മുൽ ബാബു സാറിനെ നമുക്ക് കൂടെ കൂട്ടാവുന്നതാണ്. സാറ് ആ തിരക്കിനിടയിൽ വന്ന് ഞങ്ങൾക്ക് തന്ന നിർദ്ദേശത്തിന് ഒരുപാട് നന്ദി പറയാം. അപ്പൊ കൗൺസിലിംഗ്, ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. അപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞ ഈ ടോപ്പിക്കിൽ തന്ന നിർദ്ദേശത്തിന് ഒന്നും കൂടി ശ്രദ്ധിക്കണേ. ഇവിടെ നമ്മള് ഫീസ്, ഇത് ഞങ്ങൾ രണ്ടുപേര് ഞങ്ങൾ പഠിക്കാൻ പോയ ആളുകൾ തന്നെയാണ്. ഞങ്ങൾ പഠിക്കാൻ പോയപ്പോൾ 2 ലക്ഷത്തിന് മേലെ ഞങ്ങൾക്കൊക്കെ ചെലവ് വന്നതാണ്. ഇവിടെ കേരളത്തിൽ തന്നെയാണ് ഇത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുള്ളത്. സ്ഥാപനങ്ങളല്ല, മിക്കവാറും വലിയ AC ഹോട്ടലുകളിലൊക്കെയാണ് ഇതിന്റെ പ്രോഗ്രാമുകൾ ഉണ്ടാവുക. അപ്പൊ അവിടെ പോയി പഠിക്കുന്നത് അതേ സാധനത്തിന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന്, നിങ്ങളിപ്പോ അവിടെ ഇരിക്കുന്നു, ഞാൻ ഇവിടെ ഇരിക്കുന്നു, ആ രീതിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 30 ദിവസം കൊണ്ട് ഒരു ലെവൽ 1 ആണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൗൺസിലേഴ്സ് കോർണർ എന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണം എന്താ വെച്ചാൽ, കൗൺസിലിങ്ങിന് ഇന്ന് വന്ന ഒരു കേസ് അതുപോലത്തെ ഒരു കേസ് പിന്നെ വരില്ല. ഇന്ന് വന്ന സെയിം കേസ് പിന്നെ നമുക്ക് വരില്ല. എന്നാൽ വ്യത്യസ്ത രീതിയിൽ ആ കേസ് വരും ചെയ്യും. ഒരു ഉദാഹരണത്തിന് പ്രണയം എന്ന ഒരു കേസ് വന്നാൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഒരുപാട് ആൾക്ക് കേറാൻ പറ്റുന്നില്ല. ഒരു കുഴപ്പമില്ല, അത് റെക്കോർഡിംഗ് ഉണ്ടാവും പറഞ്ഞാൽ മതി അവരോട്. അവരുടെ സമയമാകുമ്പോൾ അവർക്ക് വരാൻ കഴിയും, അല്ലെങ്കിൽ അവർക്ക് ഡയറക്റ്റ് വരാവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കയറി വന്നില്ല എന്നതുപോലെ അവർക്കും കയറാൻ കഴിയും. ഓക്കെ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പറഞ്ഞു വന്നത്, നമുക്ക് ഒരു കേസുണ്ട്, എനിക്കൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിനെ ഞാൻ പരിഹരിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ ഒരു ഉദാഹരണം വേറെ രീതിയിൽ പറയാം. മുമ്പൊക്കെ പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. ഞാൻ വളരെ പേര് കേട്ട ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ബ്രെയിൻ ഓപ്പറേഷൻ ചെയ്യാൻ കഴിവുള്ള വളരെ വിദഗ്ധനായ ഒരു ഡോക്ടറാണ് ഞാനെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. എന്നാൽ അങ്ങനത്തെ കഴിവുള്ള എനിക്ക്, ഒരു ഡോക്ടറായ എനിക്ക്, അല്ലെങ്കിൽ ജീനിയസ് ആയ ഡോക്ടറായ എനിക്ക് എൻ്റെ മക്കളെ അല്ലെങ്കിൽ എൻ്റെ രക്തബന്ധങ്ങളെ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അസിസ്റ്റന്റുമാർ നിർബന്ധമായും വേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ സീനിയറായ ഒരാളെയാണ് അവിടെ കൊണ്ടുവരിക. അല്ലെങ്കിൽ ഞാൻ അസിസ്റ്റന്റായി മാറി നിൽക്കുക എന്നല്ലാതെ സീനിയറായി നിൽക്കാൻ എൻ്റെ കൈ വറക്കും. ഇന്നാണ് പറയുക. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രശ്നം സോൾവ് ചെയ്യാൻ എന്നെ പറ്റില്ല, എൻ്റെ റിലേറ്റീവ്സിന്റെ ബന്ധങ്ങൾ സോൾവ് ചെയ്യാനും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആൾക്കാരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും എന്നെ കൊണ്ട് കഴിയില്ല. പകരം ഒരുപക്ഷെ എൻ്റെ സ്റ്റുഡൻസിന് കഴിയും. കാരണം ഞാനും അദ്ദേഹം തമ്മിലൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാകുമ്പോൾ എന്നോട് അദ്ദേഹം സംസാരിക്കുന്ന രീതിക്കൊരു കുറവ് വരും എന്നതാണ് അതിൻ്റെ മറു വശം വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യണമെങ്കിൽ അത് ഈസി ആയിട്ട് കഴിയും എന്നതിൻ്റെ ആദ്യ തെളിവാണ് നിങ്ങളുടെ മുന്നിൽ ചില വിഷയങ്ങൾ പറയുമ്പോൾ നമുക്ക് അറിയുന്ന വിഷയമാണോ അതിൻ്റെ ഒരു ഇമേജ് നമ്മുടെ മുന്നിൽ വരും. ഇപ്പൊ പീഡനം എന്ന വാക്ക് പറഞ്ഞാൽ പീഡനവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ഇമേജ് നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോ ഇതേ കേസ് എനിക്കൊരു പീഡനം വന്നു, ഞാനത് മെയിൻറ്റ് ചെയ്യാതെ വിട്ടു. കാരണം എൻ്റെ കുട്ടിക്കാലത്തായിരുന്നു, എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു. ഞാനത് മെയിൻറ്റ് ചെയ്യാതെ സോൾവ് ചെയ്യാതെ വിട്ടു എങ്കിൽ കുറെ കാലങ്ങൾക്ക് ശേഷം എനിക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിക്കും എന്ത് വരും? ഇതേ മാനസികാവസ്ഥ, അല്ലെങ്കിൽ ഇതിനേക്കാൾ വളരെ അക്രമാസക്തമായ രീതിയിലേക്ക് ഒരു പക്ഷേ ഈ കുട്ടിക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഞാൻ എന്തിനു ഭയപ്പെട്ടോ, അല്ലെങ്കിൽ ആ ഭയത്തിൽ ഞാൻ കൺസീൽ ചെയ്താൽ, മറച്ചു വെച്ചാൽ പോലും, മറച്ചു വെച്ചാൽ പോലും ഇതിനേക്കാൾ ഉപരിയായ രീതിയിലേക്ക് കുട്ടിയിൽ അത് വരും. എന്നെ ഒരാൾ അടിച്ചാൽ, എന്നെ ഒരാൾ ആക്രമിച്ചാൽ, അല്ലെങ്കിൽ അടിച്ചു, ചീത്ത പറഞ്ഞു, എനിക്കതിൻ്റെ വേദന കുറയാം, അല്ലെങ്കിൽ സഹിക്കാൻ കഴിയും. എന്നാൽ എൻ്റെ കുഞ്ഞിനാണ്
അതുപോലെ ഒരു അക്രമം വന്നു എങ്കിൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ഒരു അക്രമം വന്നതിനേക്കാൾ വളരെ വലിയ വേദനയുണ്ടാകും എൻ്റെ കുഞ്ഞിനെ ഒരാൾ ആക്രമിച്ചു എന്ന് കേട്ടാൽ. അപ്പോ ഞാനൊരു പ്രശ്നത്തിന് അതിജയിച്ചു വന്നാലും എൻ്റെ കുട്ടിക്ക് ആ പ്രശ്നത്തിന് അതിജയിച്ചു വരാൻ കഴിയില്ല. ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ഒരു പക്ഷേ എൻ്റെ കുട്ടിയെ ബാധിക്കാം, കുട്ടിക്ക് തലമുറകൾക്ക് ശേഷവും ബാധിക്കാം. നമ്മളൊരു 2008 മുതൽ ഞാൻ ഈ മേഖലയിൽ, കൗൺസിലിംഗ് മേഖലയിൽ ഉണ്ട്. അപ്പോൾ അതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്ന ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. 7 തലമുറ വരെ വരും എന്നാണ് NLPയിൽ നമ്മൾ പറയാം. നമ്മൾ ടൈം ലൈൻ തെറാപ്പി എന്ന് പറയും. ആ തെറാപ്പിയിൽ നമുക്കത് വരുന്ന സമയത്ത് ചില സമയങ്ങളിൽ നമ്മൾ പോകുന്ന സമയത്ത് ഒരു കേസ് ഉണ്ടെങ്കിൽ നമുക്കത് അറിയില്ല. അങ്ങനെ കേസ് എനിക്ക് ഉണ്ടായോ, നമ്മളെ മാതാവിനോടോ മാതാവിന്റെ മാതാവിനോടോ അല്ലെങ്കിൽ പിതാവിനോടോ പിതാവിന്റെ പിതാവിനോടോ അല്ലെങ്കിൽ പിതാവിന്റെ മാതാവിനോടോ എന്ന് ചോദിച്ചാൽ പോലും 2 or 3 തലമുറക്ക് മുമ്പിൽ ഇത്തരം നമുക്ക് ജീവനോടെ ഉണ്ടാകുന്ന ആളുകൾ ഉണ്ടാവുക. അവർക്കൊന്നും ഈ വിവരങ്ങൾ അറിവില്ല എന്നുള്ളതാണ്. എന്നാൽ ഇത്തരം വിവരങ്ങൾ എവിടെ നിന്ന് അറിയാമെന്ന് ചോദിച്ചാൽ, ഇവിടെ നിന്നാണ് ഇത്തരം വിവരങ്ങൾ അറിയാൻ ചോദിച്ചാൽ നമ്മളുടെ അബോധ മനസ്സിൽ സാധനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ചില പ്രശ്നങ്ങൾ നമുക്കറിയില്ല എന്താ എൻ്റെ പ്രശ്നമെന്ന്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കത് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നാമത്തെ ഘട്ടം നമ്മൾ ചെയ്യുന്നത് വേറെ ഒരാളെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി പഠിക്കുകയാണ്. എന്നാൽ വേറൊരാളെ പ്രശ്നത്തെ സോൾവ് ചെയ്തില്ലെങ്കിൽ പോലും ആദ്യം നമ്മളിലൊരു പുനർവിചിന്തനം നടത്താനുള്ള ഒരു വേദിയായിട്ട് നിങ്ങൾ ഇതിനെ കാണണം. അപ്പോൾ ക്ലാസ്സിന് സീരിയസ് ആയിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക. ഈ 30 ദിവസത്തെ ക്ലാസ്സിനാണ് നിങ്ങളുടെ 5000 രൂപ ഫീസ് പറഞ്ഞിട്ടുള്ളത്. ഈ 5000 രൂപ നിങ്ങൾ ആരും ഒരുമിച്ച് എനിക്ക് അടച്ചു തരേണ്ടതില്ല, എനിക്ക് അയക്കണ്ട. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇതില് സാറ് പറഞ്ഞതുപോലെ സോഷ്യൽ സർവീസ്, സോഷ്യൽ കമ്മിറ്റ്മെന്റ്, ഇതാണ് നമ്മൾ വളരെ മെയിൻ ആയിട്ട് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ 30 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് മെച്ചമാണെന്ന് തോന്നിയെങ്കിൽ മാത്രം നിങ്ങൾ അയച്ചാൽ മതി. എനിക്കത് ഒരു ഉപകാരം തോന്നാത്ത സാധനമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ പൈസ അയക്കും വേണ്ട. നിങ്ങളുടെ സമയം തിരിച്ചു തരാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഈ അടച്ച ചിലപ്പോൾ 500 or 1000 ഒക്കെ അടച്ചിട്ടുണ്ടാകും. ആ 500 or 1000 തിരിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. ഇങ്ങനെ പറയുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ കൂടെയുള്ള ആളുകൾക്ക് അത് ഇഷ്ടമാവില്ല. ഞാനത് തയ്യാറാണ്. കാരണം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുക എന്നതാണ് ഇതിൻ്റെ വളരെ ബേസിക്കലായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒന്ന്, കൗൺസിലിങ്ങിന് ഇരിക്കാൻ എനിക്കും മടിയാണ്. എന്താ മടി എന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു വിഷയത്തിൽ കുറെ കാലമായി നിലനിൽക്കുമ്പോൾ ഇനി ഞാൻ എൻ്റെ ചിന്തയെ മാറ്റണമെന്നൊരാഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഈ കൗൺസിലിങ്ങിന്റെ A to Z നിങ്ങളെ പഠിപ്പിക്കുക എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ പുതിയ കേസുകൾ വരികയാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും. അല്ല എങ്കിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ കാസർഗോഡ് ഭാഗത്തൊരു കൗൺസിലിംഗ് കേസ് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുമോ എന്ന്. ഞാൻ പറഞ്ഞു, കാസർഗോഡ് ഭാഗത്ത് നിന്ന് ഞാൻ അവിടെ ഗവൺമെന്റ് സർവീസിലായിരുന്നു, അവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങിയിട്ട് പോന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് കേസുകൾ വരും. ആ വരുന്ന കേസുകളൊക്കെ ഞാൻ റെഫർ ചെയ്യുമായിരുന്നു നമ്മുടെ ഒരു സ്റ്റുഡന്റ് ആയ ഒരാൾക്ക്. ഇപ്പൊ അദ്ദേഹത്തിന് എന്താ പറയാ, കാറുകളൊക്കെ, വില കൂടിയ കാറുകളൊക്കെ ഉള്ള ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, സാറേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ വേറെ ആളെ ഏൽപ്പിക്കുന്നു എന്ന് എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അങ്ങനെ വഴക്ക് പറയാനുള്ള അധികാരമുള്ള ഒരാളാണ് എന്നോട് അങ്ങനെ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഇരിക്കാനാണ് മടി. എന്നാൽ നിങ്ങളുടെ മുന്നിൽ ആസ് എ ടീച്ചർ, ആസ് എ ഫ്രണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഏത് കേസിനെയും കൃത്യമായി പഠിക്കുക. നമ്മളിപ്പോൾ ഇന്ന് 30 ദിവസത്തേക്കുള്ള ഒരു മൊഡ്യൂളാണ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ടാവുക. ഓരോ ദിവസത്തെയും മൊഡ്യൂളിന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉണ്ടായിരുന്നത്, ഞാനൊരു വിഷയം അവതരിപ്പിക്കും, നിങ്ങളൊരു സംശയം ചോദിക്കും. അപ്പോൾ ഈ ബേസിക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിന്റെ കുറച്ച് ഭാഗം ഇവിടെ പറയും. പറഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയും. എല്ലാം എനിക്കറിയുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാൽ പുതിയ കേസുകൾ വരുമ്പോൾ ആ കേസുകളെ ഇതുവരെ പഠിച്ച പാഠഭാഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഒന്നാമത്തെ ഘട്ടം എൻ്റെ ഓർമ്മ വെച്ചിട്ടും അറിവ് വെച്ചും ഞാൻ പറയും. അറിയാത്തതാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, റെഫർ ചെയ്യാൻ വേണ്ടി ഒരു ദിവസം സാവകാശം നിങ്ങൾ ചോദിക്കുകയും ചെയ്യും. ചോദിച്ച് കൃത്യമായ അറിവുകളാണ് നിങ്ങളുടെ മുമ്പിൽ തരിക. ഇനി വീഡിയോ റെക്കോർഡിംഗ് ആണ്. എന്തിനാ റെക്കോർഡിംഗ് എന്ന് ചോദിച്ചാൽ, ഇതേ പാഠഭാഗം ഒരു പക്ഷേ നിങ്ങൾക്ക് വീണ്ടും കേൾക്കേണ്ടി വരും. ഇന്ന് നിങ്ങൾ കേട്ടു, യെസ്, നിങ്ങളെ മൈൻഡിൽ ആ സാധനം ഉണ്ടാവും. നോട്ട്സ് ഒന്നും ഇവിടെ തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. എന്നാലും പാഠഭാഗം എന്ത് ബേസ് ചെയ്ത് സംസാരിച്ചു വെച്ചാൽ ഞാനൊരു നോട്ട്സ് റെഡിയാക്കി അത് ബേസ് ചെയ്തിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവുക. അപ്പൊ ക്ലാസ് കഴിഞ്ഞ ശേഷം ഒരു പക്ഷേ ആ PDF നിങ്ങൾക്ക് ഞാൻ അയച്ചു തരും. ആ ക്ലാസ് കഴിഞ്ഞ ശേഷം ഇതേ കേസ് ഒരു പക്ഷെ നിങ്ങൾക്ക് വരെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. അന്ന് നിങ്ങൾക്ക് ഇത് വേണ്ടി വരും, ഈ PDF വേണ്ടി വരും, ഈ വീഡിയോയും വേണ്ടി വരും.
അപ്പോൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞാലും ഇപ്പൊ 30 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഒരു പക്ഷേ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുമെന്ന് തോന്നിപ്പോകും. അപ്പൊ അങ്ങനെയാണെങ്കിലും ഈ സാധനം നിങ്ങൾക്കത് ആവശ്യം വരും എന്നർത്ഥം. അപ്പോൾ സാധാ ഒരു വീഡിയോ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത് പോലെ അല്ല നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ടത്. വളരെ സജീവമായിട്ട് മനസ്സിനെ എന്താ പറയുക 100% ഇവിടെ വെച്ചിട്ട് നിങ്ങൾ ഇരിക്കണം. 100% ഇരിക്കുക എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ട് വരുന്ന വീട്ടമ്മമാരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അടുക്കള പണിയും കൃത്യമായി നടക്കില്ല, ഇതും നടക്കില്ല. നിങ്ങൾക്കറിയാം ഇവിടെ ഇപ്പോ ബാബു സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കൽ ഒരു കേസ് സാറിന്റെ അടുത്തേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അബോർഷനായ കേസ്. സാർ അങ്ങനെ പറഞ്ഞോട്ടെ, അബോർഷനായ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോട് വളരെ കുറഞ്ഞ ഫീസാ പറഞ്ഞിരുന്നത്. അന്ന് 2000 3000 നിങ്ങൾ എത്ര തന്നാൽ മതി എന്നാ പറഞ്ഞിരുന്നത്. പക്ഷെ അത് ഇവിടെ മാർക്കറ്റിൽ 3 ലക്ഷവും 4 ലക്ഷവും. അബോർഷൻ ആകുക എന്ന് പറഞ്ഞാല് പ്രേമത്തിൽ ഡീപ്പായി പോയി ആ പ്രേമത്തിന് ആ കുട്ടിയെ പിൻവലിക്കാൻ വേണ്ടിയിട്ട് കുടുംബം എത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ആ സമയത്ത് നമ്മൾ 3 ലക്ഷം കൊടുക്കേണ്ട സമയത്ത് നമ്മൾ 3000 രൂപ എന്ന് പറഞ്ഞാൽ എന്നെ വഴക്ക് പറയാനുള്ള അധികാരം നജീബ് ബാബു സാറിനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ മൈൻഡിലും വേണ്ടത് മാർക്കറ്റിലുള്ളത് വളരെ വലിയ വിലക്കാണ് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യപ്പെടുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന ലക്ഷ്യം വെച്ചിട്ട് കുറെ ആളുകൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യുക എന്ന ലക്ഷ്യം നിങ്ങളുടെ മൈൻഡിൽ വെക്കണം. എന്നാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണത് നിങ്ങളുടെ സമയത്തെയാണ്. അതിന്റെ വില എത്രയാന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾക്ക് സമയത്തിന്റെ വില അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ലാഗിങ്ങിലാണ്. ടൈമിനെ വെറുതെ വേസ്റ്റ് ആക്കിയിട്ട് കളയാണ്. ടൈം ഇല്ലാതിരിക്കണമെങ്കിൽ ഇതുപോലെ ഒരുപാട് 100 ചിന്തകളും ആ ചിന്തകൾക്കൊക്കെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ഇന്നത്തെ സമയത്തിന്റെ വില എത്രയാണ്. അപ്പൊ വാല്യൂ ഉള്ള ഒരു വസ്തുവാണ് നിങ്ങളുടെ സമയം. അപ്പൊ ആ സമയത്തിന് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നതെങ്കിൽ നിങ്ങളുടെ എല്ലാ വീട്ടിലെ പ്രശ്നങ്ങളും സോൾവ് ചെയ്തിട്ട് വേണം ഈ ക്ലാസ്സിലേക്ക് അറ്റൻഡ് ചെയ്യാൻ. പറ്റുമെങ്കിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് വേണം ഇരിക്കാൻ. നിർബന്ധമല്ല, വീഡിയോ ഓൺ ചെയ്യണം നിർബന്ധമില്ല. പക്ഷെ ഇരിക്കുമ്പോൾ ഈ പറയപ്പെട്ടത് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്കിൽ ബേസ്ഡ് സാധനമാണെന്ന് തിരിച്ചറിയണം. എന്താണ് സ്കിൽ ബേസ്ഡ് എന്ന് ചോദിച്ചാൽ, നാളെ ക്ലയന്റ് എൻ്റെ മുന്നിൽ വന്നിരിക്കുമ്പോൾ ആ ക്ലയന്റിന് എന്നെ കൊണ്ട് എന്തെല്ലാമോ മാറ്റം വരുത്തി കൊടുക്കാൻ കഴിയുമെന്ന് തിരിച്ചറിയണം നിങ്ങൾക്ക്. പലപ്പോഴും ഉറക്കം കിട്ടാത്ത കുറെ ആളുകളുണ്ട്. അവർ ഡോക്ടേഴ്സിന്റെ അടുത്ത് വന്ന ഡോക്ടർ എന്താ പറയാ, നമ്മളോട് ഞാനൊരു രോഗിയാണ്, നിങ്ങൾ ഡോക്ടറാണ്, നിങ്ങളുടെ അടുത്ത് ഞാൻ വരുമ്പോൾ എനിക്ക് പനിയുണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്ത് ചെയ്യണം, ആ പനിക്കുള്ള പാരസെറ്റമോൾ എഴുതണം. നിങ്ങൾക്ക് ഗ്യാസ് ഉണ്ടെങ്കിൽ അതിന് പരിഹാരം തരണം. ഈ പാരസെറ്റമോൾ കുടിച്ചാൽ വേറെ സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങൾ. അതായത് ഒരു രോഗം നിങ്ങൾ പറയുമ്പോൾ അതിന് വേണ്ടി മിനിമം 3 മരുന്നുകൾ നല്ല ഡോക്ടേഴ്സ് എഴുതും. എന്നാൽ അതിനേക്കാൾ നല്ല ഡോക്ടർ ഉണ്ടാവും. അയാൾ എന്ത് പറയും, പനി വരാനൊരു കാരണമുണ്ടാവും. ആ കാരണം കണ്ടെത്തുന്നെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ സ്കാനിങ് ചെയ്യണം എന്ന് പറയും, നിങ്ങളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, യൂറിൻ ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയും. പറഞ്ഞു വന്നത്, ഒരു ചെറിയൊരു പനിയാണല്ലോ, ഇതൊക്കെ പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയ ആളടുത്താണോ നിങ്ങൾ പോയത് അതിനനുസരിച്ചുള്ള മരുന്നുകൾ അദ്ദേഹം തരുമെന്നർത്ഥം. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു കൗൺസിലറായിട്ട് മാറാൻ പോകുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇതിന് ഇത്ര പഠിച്ചാലും എത്രത്തോളം പഠിച്ചാലും ശരി ഇതെന്താവില്ല. നമ്മൾ ഒരു ദിവസം ഞാൻ ആക്റ്റീവായി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഞാൻ എല്ലാം തികഞ്ഞ ഒരാളാണെന്ന് പറയാൻ നമുക്ക് കഴിയുന്ന ഫീൽഡുമല്ല എന്നതാണ്. കാരണം ഒരു വീട്ടിൽ 10 മക്കളുണ്ടെങ്കിൽ ഈ 10 മക്കളുടെയും ചിന്താഗതി എന്നത് വളരെ വ്യത്യസ്തമാണ്. അവരുടെ മുഖഭാവം ഒരു പക്ഷെ നമുക്ക് കണ്ടാൽ അറിയാം, ഇയാൾ ഈ കുടുംബത്തിലെ ആളാണ് അല്ലെങ്കിൽ ഇന്ന കുടുംബത്തിലെ ആളാണെന്ന് അയാളെ മുഖം കണ്ടിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പക്ഷെ അയാളുടെ മനോഭാവം എന്നത് അല്ലെങ്കിൽ ചിന്താഗതി എന്നത് എൻ്റർലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ പ്രേമം എന്നൊരൊറ്റ ഹെഡിങ് എടുത്ത് നോക്കുക. പ്രേമം എന്നൊരു വിഷയത്തിലേക്ക് ഒരു കുട്ടി വീഴാനുള്ള കാരണം 100 പ്രേമങ്ങൾ എടുത്താൽ 100 കാരണങ്ങളുണ്ടാവുക. ഇനി ഇതേ കേസുകളെ കൈകാര്യം ചെയ്യേണ്ടതും എന്താ പറയുന്നത്, ഞാൻ MSc സൈക്കോളജിയാണ് എൻ്റെ ബേസിക്കല് ഒരു പുറത്തു പറയാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഈ പുറത്തു പറയാനുള്ള സർട്ടിഫിക്കറ്റിനേക്കാൾ അപാരമായിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കുന്നത് ഇതാണെങ്കിലും ഇതിനേക്കാൾ പവർഫുൾ ആയിട്ട് നജീബ് ബാബു സാറ് പറഞ്ഞതുപോലെ NLP ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന സെഷൻ വെച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൽ അറ്റൻഡ് ചെയ്തത് കൊണ്ടാണ് അതിനേക്കാൾ വലിയ പവർഫുൾ അതിനാണെന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ഒരാളുടെ ഒരു പ്രശ്നം, ഒരു ഉദാഹരണത്തിന് ഒരു ഫോബിയ ഉണ്ട്, ഒരു പല്ലിയെ ഒരു പാറ്റയെ ഒരാൾക്ക് പേടിയുണ്ടെങ്കിൽ MSc സൈക്കോളജി പഠിച്ച എനിക്ക് അയാളുടെ പേടി കാരണം കണ്ടെത്തി
പടിപടിയായിട്ട് അയാളെ മാറ്റണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 7 സിറ്റിംഗ് എങ്കിലും വേണമെന്നതാണ് MSc സൈക്കോളജിയുടെ രീതി. എഡിറ്റിംഗ് തിരുത്തണമെങ്കിൽ പഠിച്ച ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തിരുത്താവുന്നതാണ്. കാരണം അത് ഡീപ്പായിട്ട് ആ കേസിനെ മനസ്സിലാക്കി കൈകാര്യം ചെയ്യണമെങ്കിൽ 7 ദിവസം വേണമെന്നാണ് മിനിമം പറയുക. എന്നാൽ NLPയിൽ നമുക്കൊരു കേസ് വന്നാൽ അയാൾക്ക് പേടിയുണ്ടെങ്കിൽ ആ പേടിയെ, അത് പാമ്പിനെ ആവട്ടെ, പാമ്പിന് ഫോബിയ ആണ് അയാൾക്കെങ്കിൽ ആ ഫോബിയ മാറ്റാൻ പോലും, നേരത്തെ പല്ലിയെ പേടിയ കുറെ പേടി എന്നതല്ല, കോക്രോച്ചിനെ പേടി എന്നതല്ല, അതിനേക്കാൾ അപ്പുറത്തേക്ക് പാമ്പിനെയാണ് ഫോബിയ ആയിട്ടുള്ള ഒരു വിഷയമാണെങ്കിൽ പോലും അതിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് പരമാവധി സമയം അരമണിക്കൂറാണ്. 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ കേസുകളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണ്. അവരെ വിക്ക് ഉള്ള ഒരാളുടെ ഒരുപാട് കാലമായി വിക്ക് ഉള്ള ഒരാൾ സ്റ്റാമറിങ്, അദ്ദേഹത്തിന്റെ ആ സ്റ്റാമറിങ് മാറ്റണമെങ്കിൽ നമുക്കൊരു അരമണിക്കൂറൊന്നും വേണ്ടതില്ല, 10-15 മിനിറ്റ് മതി. എന്താണ് NLP? അത് പറയാം. ഈ പരിഹാരത്തിന് ഇത്രേ ഉള്ളൂ എങ്കിൽ എന്താണ് NLP എന്ന് പറയാനുള്ളൂ. N എന്നത് ന്യൂറോ എന്നാണ്, L ലാംഗ്വേജ് ലിംഗ്വിസ്റ്റിക്കുമായി ബന്ധപ്പെട്ടതാണ്, P പ്രോഗ്രാമിംഗ് ആണ്. അപ്പൊ ഇതെന്താ കണക്ഷൻ? എന്താ പറയാ, ന്യൂറോവും ലിംഗ്വിസ്റ്റിക്കും പ്രോഗ്രാമിംഗും എങ്ങനെ കണക്ഷൻ എന്ന് ചോദിച്ചാൽ, ഞാൻ എന്ന ഈ വ്യക്തി പ്രവർത്തിക്കുന്നത് ചിന്തിക്കുന്നതൊക്കെ ചില ന്യൂറോണിൽ നടക്കുന്ന പ്രവർത്തനത്തിന്റെ ഫലമായി എൻ്റെ ഉള്ളിൽ വന്നൊരു പ്രോഗ്രാം ബേസ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവുക. അപ്പോ നിങ്ങളും അങ്ങനെയാണ്. എവിടെയാണോ എൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആസ് എ ക്ലയന്റ്, ഇപ്പൊ ഇവിടെ വീഡിയോ ഓൺ ആക്കിയ 2-3 ആളോട് ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ്, ആരുമില്ലേ? അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ക്ലാസ് കേൾക്കണമെന്ന് മനസ്സ് ഫ്രീ ആയിട്ട് ക്ലാസ് കേൾക്കാനിരിക്കുന്ന ആളുകൾ, മിക്കവാറും ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ആളുകൾ കാല് ലോക്കായിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ തിരുത്തിയിട്ട് പറയണം, ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ആള് മനസ്സ്. ഹാരിസ്, നിങ്ങളെ കാല് ഫ്രീ അല്ലേ? ലോക്കല്ലേ? സൗണ്ട് ഓഫാണ് സർ, സൗണ്ട് ഓൺ ആയിക്കോളെ. കാർഡിന്റെ മുകളിൽ പിന്നെ ഒരു കാർഡുണ്ട്. ഓക്കെ, അങ്ങനെ തന്നെയാണ് പഠനം വെച്ചിട്ടുള്ളത്. ലോക്ക് എന്ന് തന്നെ പറയാം. ഓക്കെ, നിങ്ങൾ കർണാടക സ്റ്റേറ്റിലാണ് അല്ലേ? കർണാടക ബോർഡർ. ഹന റഹ്മാൻ, നിങ്ങളിപ്പോ അവിടെ ഇരിക്കുന്നത്, ഞാൻ ചോദിക്കുന്ന സമയത്ത് ഇപ്പൊ കാല് മാറ്റിയിട്ടുണ്ടാവും, ആ സമയത്തുള്ള പറയും. ഇങ്ങനെയല്ല ഇരിക്കുന്നത്. സൗണ്ട് ഓൺ ആയിക്കോളെ, എന്നിട്ട് പറയും. ഓക്കെ, അതായത് ഇനി അല്ല, സൗണ്ട് ഓഫ് ആണെങ്കിൽ പോലും അബ്ദുള്ള ചെരിപ്പുറത്ത് ഒന്ന് സൗണ്ട് ഓൺ ആക്കിയേ. ഡ്യൂട്ടിയിലായിരിക്കും അല്ലേ? ഗൾഫിലാണോ? ഓക്കെ, ഞാൻ ചോദിച്ചത് എന്താ വെച്ചാല്, എന്നെ കേൾക്കുമ്പോഴേക്ക് എൻ്റെ ബോഡി ലാംഗ്വേജാണ് ഞാൻ ഈ പറഞ്ഞത്, അല്ലാതെ നിങ്ങളുടെ കാല് ലോക്ക് ചെയ്യാനുള്ള മാജിക് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എന്നല്ല പറഞ്ഞത്. എന്നെ കേൾക്കുന്ന നിമിഷമാകുമ്പോഴേക്കും നിങ്ങളുടെ ഉള്ളില് കാലുകൾ അറിയാതെ എൻ്റെ കാലിന്റെ ലാംഗ്വേജിലേക്ക്, ബോഡി ലാംഗ്വേജിലേക്ക് നിങ്ങൾ മാറുമെന്നർത്ഥം. ഇതിനെ റാപ്പോ എന്ന് പറയും. അതും NLPയിലെ ഏറ്റവും പവർഫുൾ ആയ ഒരു ടൂളും കൂടിയാണ്. അപ്പോ ഞാൻ എന്ന വ്യക്തി വർക്ക് ചെയ്യണത്, ചിന്തിക്കുന്നതൊക്കെ എൻ്റെ മനസ്സിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾക്ക് ഫലമായിട്ടാണെന്നർത്ഥം. അപ്പൊ ഈ പ്രോഗ്രാമിംഗ് എന്നതിന്റെ ബേസിക്കലായിട്ട് ഞാൻ പറഞ്ഞതാണ്, എൻ്റെ കാല് ലോക്കാകുമ്പോൾ എന്നെ കേൾക്കുന്ന, ഇഷ്ടത്തോടെ കേൾക്കുന്ന ആളിലേക്കും ആ ലോക്കിംഗ് സിസ്റ്റം വന്നിട്ടുണ്ടാകും എന്നതാണ് അതിന്റെ മാജിക്. ഇങ്ങനെയാണ് ഒരു ക്ലയന്റ് വന്ന് ഇരിക്കുമ്പോഴേക്കും നമ്മൾ അയാളുടെ മൈൻഡിൽ കയറി കളിക്കും. എങ്ങനെ മൈൻഡ്, എവിടെ മനസ്സ്, അതൊന്നും നമുക്കറിയില്ല. പക്ഷെ അയാളുടെ ബോഡി ലാംഗ്വേജിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതോടുകൂടെ, അതിനെ മാച്ച് ചെയ്യുന്നതോടുകൂടെ, ഈ പറഞ്ഞൊന്നും ക്ലിയർ ആയിട്ടുണ്ടാവില്ല, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവും. ഇംഗ്ലീഷ് വാക്കുകൾ കുറച്ച് പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് കരുതിയിട്ട് ഒഴിഞ്ഞാരും പോവേണ്ടതില്ല. പടിപടിയായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ വരും. പറഞ്ഞു വന്നത്, എൻ്റെ ക്ലാസ്സിൽ അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്ന വ്യക്തിയോട് ഞാൻ എങ്ങനെ സംസാരിക്കുന്നു എന്നതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ മുമ്പിൽ ഇരിക്കുന്ന ആളുമായി അതേപോലെ നിങ്ങളെ കൈകളും കാലുകളും, അയാൾ എങ്ങനെ ഇരിക്കുന്നു, നിങ്ങളെ മുമ്പിൽ വന്ന ആളെ എങ്ങനെ ഇരിക്കുന്നു, അതുപോലെ നിങ്ങൾ ബോഡി ലാംഗ്വേജിനെ മാച്ച് ചെയ്യുക.
അയാൾ ഇരിക്കുന്നത് പോലെ നമ്മൾ ഇരിക്കുക. അയാൾ കൈ വെച്ചാൽ അങ്ങനെ നമ്മൾ കൈ വെക്കുക. അയാൾ എങ്ങനെയാണോ നിങ്ങളെ മുന്നിൽ ഇരിക്കുന്നു അയാളെ പോലെ നിങ്ങളും ആവുക. ആ ആകുന്നതിന് അതൊരു സിസ്റ്റം എന്ന് പറയും. ആ സിസ്റ്റത്തിലൂടെ നമ്മൾ പോയാൽ ഈ പറയപ്പെട്ട ക്ലയന്റിന്റെ അല്ലെങ്കിൽ നമ്മളെ മുമ്പിൽ ഇരിക്കുന്ന ആളുടെ മനസ്സിൽ നമുക്ക് ഇടം കിട്ടുകയും അയാളുടെ ചിന്താഗതിയെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും കഴിയും. നേരത്തെ സാറ് പറഞ്ഞല്ലോ, നമ്മളെ മൈൻഡിൽ എന്തുണ്ടെങ്കിലും അതിനനുസരിച്ച് നമ്മുടെ ബോഡി ലാംഗ്വേജിൽ വരും. അപ്പോ ഒരു രോഗി നടന്നു വരുമ്പോഴേക്കും രോഗി പറയുന്നതിന് മുമ്പ് ആ നടക്കത്തിലും അയാളുടെ കാഴ്ചയിലും അയാളെ കാണുന്ന നിമിഷം മുതൽ അയാളുടെ പ്രശ്നങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയും എന്നതാണ് ഈ പറഞ്ഞതിന്റെ ആകത്തുക. അപ്പോ നിങ്ങൾ എന്നൊരു വ്യക്തിക്ക് ഏതൊക്കെയോ ആളുകളുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ അറിയുകയും അറിയാത്തതുമായ നമുക്ക് അറിയാത്തതുമായ ഒരുപാട് പേരുടെ പ്രശ്നത്തിന് സോൾവ് ചെയ്ത് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു സംഭവം തന്നെ. നിങ്ങളെ ഏതോ പ്രൊഫഷൻ ചെയ്യട്ടെ, ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഏത് ജോലി ആവട്ടെ, ആ ജോലിയോടൊപ്പം കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു സ്കില്ല് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു സ്കില്ല് തന്നെയാണ് ഈ പറയപ്പെട്ട കൗൺസിലിംഗ് എന്നത്. അപ്പോൾ ഒരു കൗൺസിലിംഗ് എന്ന സിസ്റ്റത്തിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാളുടെ സാധാരണ നമ്മൾ ഉപദേശം കൊടുക്കാറുണ്ട്. ഏതാ ആളുകൾക്കും എന്ത് വേണമെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കും. കാരണം അറിവിന്റെ നിറകുടങ്ങളായിട്ടാണ് നമ്മൾ തന്നെ വിശേഷിപ്പിക്കുക. പ്രത്യേകിച്ച് അധ്യാപകനാണെങ്കിൽ പ്രത്യേകിച്ച്. അപ്പൊ നമ്മൾ അവരുടെ കാര്യങ്ങൾ കണ്ടാൽ ഉടനെ കുറച്ചൊരു ഉപദേശം കൊടുക്കാറുണ്ട്. ഈ ഉപദേശത്തിന് ഒരു സിസ്റ്റമാക്കിയിട്ട് കൊടുക്കുന്നതാണ്. ഉപദേശം മനുഷ്യന്മാർക്ക് മുഴുവനും വെറുപ്പാണ്. എന്നാൽ സിസ്റ്റം ബേസ് ചെയ്തിട്ട് പറയുന്നത് നമ്മൾ ഉപദേശം തന്നെ ആയിരിക്കും. പക്ഷെ ഉപദേശമാണെന്ന് കേൾക്കുന്ന ആൾക്ക് തോന്നാൻ പോലും പാടില്ല. അങ്ങനെ ചില അഭിപ്രായങ്ങൾ പറയുന്നതിലൂടെ പോകുന്നു. പക്ഷെ ആ അഭിപ്രായമാണ്, നമ്മൾ പറയുന്ന സജഷൻ ആണ് അയാളുടെ പ്രശ്നത്തിൽ നിന്നും പരിഹാരം നേടുന്നത്. പ്രത്യേകിച്ച് ഒരു ആൾക്ക് ഉറക്കമില്ല അല്ലെങ്കിൽ ഡിപ്രഷനാണ്. ഡിപ്രഷന് മരുന്ന് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 15 വർഷം അയാൾ മരുന്ന് കഴിക്കണമെന്നാണ് പറയുക. ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു അല്ലെങ്കിൽ ആജീവനാന്ത കാലം ജയിലിടാൻ തീരുമാനിച്ചാൽ അതിന്റെ ഈ ആജീവനാന്ത കാലം എന്ന് പറഞ്ഞാൽ ജീവൻ അവസാനിക്കുന്ന കാലം വരെ എന്നല്ല, മിനിമം 15 വർഷം എന്നാണ് പറയാം. അപ്പൊ ആജീവൻ അങ്ങനെ തന്നെയല്ലേ സാറേ? തെറ്റുണ്ടെങ്കിൽ തിരുത്തണേ. അപ്പൊ ഈ ആജീവനാന്ത കാലം കൊടുക്കുന്ന ഒരു മരുന്നിൽ നിന്നും ഈ കുട്ടിയെ രക്ഷപ്പെടുത്തണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ, പറയണ്ടോ? ജീവനാന്തം എന്ന് പറഞ്ഞാൽ ശരിക്ക് ജീവൻ കഴിക്കുന്നവരാണ്. പക്ഷെ നിയമത്തില് അവർക്ക് 14 വർഷം 20 വർഷമായി ചുരുക്കി. അത് പിന്നെ 14 വർഷം കഴിഞ്ഞാൽ തിരിച്ചു വരാം. അത്രേ ഉള്ളൂ അല്ലേ സാറേ? അപ്പോ നിങ്ങളുടെ ഇപ്പൊ കിട്ടിയ ഡീറ്റെയിൽ ആയി നമുക്ക് കിട്ടി. 14 വർഷം കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോരാ ആജീവനാന്തം എന്ന് പറഞ്ഞു. എന്നാൽ ഈ ഡിപ്രഷന് മരുന്ന് കഴിക്കുകയാണെങ്കിൽ മിനിമം 15 എന്ന് പറഞ്ഞാലും നമുക്ക് അതിൽ നിന്നും പരോള് കിട്ടില്ല എന്നർത്ഥം. ആ കേസിനെ കൈകാര്യം ചെയ്യുന്ന ചെറിയൊരു ട്വിസ്റ്റ് വന്നാൽ മാത്രം മതി. എന്താ എന്റെ ഡിപ്രഷൻ, എനിക്ക് ഡിപ്രഷൻ വരാനുള്ള കാരണം എന്ത്, അത് ഗവേഷണം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. NLP ബേസ് ചെയ്ത ഒരു കൗൺസിലറുടെ മുന്നിൽ ഈ ഡിപ്രഷനുള്ള ആൾ ഇരിക്കുകയാണെങ്കിൽ 3 സിറ്റിംഗ് മതിയാകും പരമാവധി. അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. നിങ്ങളൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ അരമണിക്കൂർ, നിങ്ങൾ സിസ്റ്റം കൃത്യമായി പഠിക്കുന്ന ആളുകളാകുമ്പോൾ അരമണിക്കൂർ കൊണ്ട് അയാളുടെ പ്രശ്നത്തെ മാറ്റാനും, ഒരു ദിവസം കൊണ്ട് അയാൾ മരുന്ന് കഴിക്കേണ്ടെന്ന് പറയാൻ നമുക്ക് പാടില്ല. മരുന്ന് അയാൾ കഴിച്ചോട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് വന്ന ആളുകൾ തന്നെ ഉണ്ട്, ഒരുപാട് കാലമായി മരുന്ന് കഴിക്കുന്ന ആളുകൾ. മരുന്ന് നിർത്താനുള്ള ഉപദേശം കൊടുക്കാൻ നമ്മളെ ആളുകളല്ല. പക്ഷെ അയാളെ വളരെ പോസിറ്റീവ് വൈബുള്ള ഒരാളാക്കി നമ്മൾ മാറ്റിയാൽ, അദ്ദേഹത്തെ ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടറെ മുന്നിലേക്ക് എത്തിച്ചാൽ ഡോക്ടർ ഇയാളെ കണ്ടാൽ പറയും, ഇത്ര വലിയ ഡോസുള്ള മരുന്ന് നിങ്ങൾക്ക് ഇനി ആവശ്യമില്ല എന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് അങ്ങനത്തെ കുറെ സാക്ഷികളുണ്ട്, രക്തസാക്ഷികളുണ്ട്. അങ്ങനെ പറഞ്ഞൂടെ സെലീന? അവര് വന്നിട്ടുണ്ട് അതില് നമ്മൾ കൂടെ? ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന അർത്ഥം. ഞാൻ പറയാനുള്ള കാരണം ഒരാൾ വന്നതുകൊണ്ട്, നിങ്ങളെ സൗണ്ട് കേട്ടതുകൊണ്ട് നിങ്ങളോട് ചോദിച്ചു എന്ന് മാത്രമാണ് കേട്ടോ. അപ്പോൾ സ്ഥിരമായി കഴിക്കുന്ന മരുന്നിനെ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ ആളല്ല. നമ്മൾ അയാൾ മരുന്ന് കഴിക്കണ്ടെന്ന് പറയില്ല. പക്ഷെ അയാള് വളരെ പോസിറ്റീവ് വൈബിളുള്ള ഒരാളാക്കി മാറ്റിയിട്ട് നേരെ ആ മരുന്ന് എഴുതിയ ഡോക്ടർ മുന്നിലേക്ക് തന്നെ ഈ ക്ലയന്റിനെ നമ്മൾ വിട്ടുകൊടുക്കും. അപ്പൊ ഇയാളെ കണ്ടാൽ ഡോക്ടർ പറയും, ഇത്ര വലിയ മരുന്ന് നിങ്ങൾ കഴിക്കേണ്ടതില്ല, നിങ്ങളെ മരുന്നിന്റെ അളവ് നമ്മൾ കുറക്കുന്നു എന്ന് പറഞ്ഞിട്ട് മരുന്നിന്റെ അളവ് കുറക്കുകയും ചെയ്യും. വീണ്ടും രണ്ടാമത്തെ സിറ്റിങ്ങിൽ നമ്മൾ അടുത്ത ഡോസ് കൊടുക്കും. നമ്മുടെ സംസാരത്തിൽ അയാളുടെ മൈൻഡിന് മാറ്റാനുള്ള ഒരു ഡോസ് കൊടുക്കുന്നതോടുകൂടെ അയാൾ എന്ത് ചെയ്യും, ചിന്തയെ മാറ്റുന്നു, മുഖം പ്രസന്നമാകുന്നു,
എൻ്റെ അടുത്ത് വരുന്ന ഒരു ക്ലയന്റ് ഉണ്ടെങ്കിൽ ക്ലയന്റിനോട് ഞാൻ ആദ്യം ചെയ്യാറുള്ളത്, വന്ന ഉടനെ വളരെ സങ്കടത്തോടെ ആകുമ്പോൾ തന്നെ ബോഡി ലാംഗ്വേജ്, നേരത്തെ സാറ് പറഞ്ഞ മാതിരി ബോഡി ലാംഗ്വേജ് വളരെ വീക്കായിരിക്കും. അയാളോടൊന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറയും, സ്വയം സെൽഫി എടുക്കാൻ വേണ്ടി പറയും. ആ സെൽഫി എടുത്തു കഴിഞ്ഞാൽ യെസ്, അരമണിക്കൂറിന് ശേഷം വീണ്ടും ഒരു സെൽഫി എടുക്കുകയാണെങ്കിൽ ആദ്യം വന്ന ഫോട്ടോ അവിടെ ഡിജിറ്റൽ തെളിവാണ്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും കമ്പാരിസൺ നടത്തുമ്പോൾ കാണാം രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പൊ നമ്മളെ കൂടെ തന്നെയുള്ള കുറച്ച് പേരുണ്ട്, അവർക്കൊക്കെ എന്താ പറയുക, ഫാമിലിയിൽ വളരെ വലിയ ഇഷ്യൂസ് ഉണ്ട്. നേരത്തെ സാറ് പറഞ്ഞ പോലെ പരസ്പരം സംസാരിക്കാൻ മടിയുള്ള ഒരുപാട് പേരുണ്ടാവും. ഭാര്യയും ഭർത്താവൊക്കെ തന്നെയാണ് റിക്കാർഡിൽ, പക്ഷെ മാനസികമായോ ശാരീരികമായോ വളരെ വ്യത്യസ്തരായ മനുഷ്യന്മാരായിട്ട് ഇവർ ജീവിക്കുകയായിരിക്കും. കുടുംബജീവിതം എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ പോലും ഉണ്ടാവില്ല. അങ്ങനത്തെ ആളുകൾ കുറേ പേരുണ്ട്. അവർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവർ പെരുമാറുകയും ചെയ്യുമ്പോൾ യെസ്, അവിടെ നിന്ന് അതിനനുസരിച്ച് റിസൾട്ടിനത് കിട്ടിക്കൊണ്ടിരിക്കും ചെയ്യും. അപ്പോൾ ചില ഉപദേശങ്ങൾ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൊടുക്കുന്നുണ്ടാവുക. അതൊരു സിസ്റ്റം ബേസ് ചെയ്ത് കൊടുക്കുന്ന സമയത്താണ് ആ റിസൾട്ട് അവിടെ കിട്ടുക. അപ്പോൾ ഉപദേശകരായ നമ്മുടെ ആളുകൾ നമ്മളെ വെറുത്തിരുന്നു. കാരണം ഉപദേശം എന്നത് ആർക്കും ഇഷ്ടമില്ല. എന്നാൽ ഇതൊരു സിസ്റ്റം ബേസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ യെസ്, ഇതാണ് നിങ്ങളുടെ പ്രശ്നം, ഓക്കെ, ഞാനത് കേൾക്കുന്നു എന്നതാണ് ഒന്നാമത്തെ ഇതിന്റെ ഒരു കൗൺസിലർക്ക് വേണ്ട ക്വാളിറ്റി, ഗുഡ് ക്വാളിറ്റീസ്. ഫസ്റ്റ് വൺ, നിങ്ങൾ ആരാണോ പറയുന്നത് അയാളെ കേൾക്കുന്ന നല്ലൊരു ശ്രോതാവ് ആവുക. ഇതാണ് ഒന്നാമത്തെ പരിപാടി. അത് നിങ്ങളെ കൊണ്ട് കഴിയും. കേൾക്കുക. അയാൾക്ക് പറയാനുള്ളത് മുഴുവൻ. അത് ഒരുപാട് പറയുന്ന ആളുകളാണെങ്കിൽ യെസ്, അത് നിങ്ങൾ കേൾക്കാൻ തയ്യാറാവുക എന്നതാണ് ഫസ്റ്റ്. കൗൺസിലിങ്ങിന് ഇരിക്കാൻ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ ഒന്നത്. അത് പറ്റുമെങ്കിൽ അയാൾ പറയുന്നതൊക്കെ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ യെസ്, വളരെ എഫക്റ്റീവായിരിക്കും. ഇനി മറ്റൊരു കാര്യം കൂടെ കൂടുതൽ പറയാനുള്ളത്, കൗൺസിലിങ്ങിന് ഇതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുമോ എന്ന് കുറെ ആളുകൾ എന്നോട് ചോദിക്കുകയുണ്ടായി. ഇവിടെ നമ്മൾ ഒരു സർട്ടിഫിക്കറ്റും തരുന്നില്ല. കാരണം കൗൺസിലർ എന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തി എന്ന് എനിക്ക് ഉറപ്പാവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു 4 ലെവലെങ്കിലും കവർ ചെയ്യണം. പാർട്ടിസിപ്പൻ്റ് ആയിട്ട് നിങ്ങളിൽ വന്നു എന്നതിന് പോലും ഞാനൊരു തെളിവും തരില്ല. കാരണം ഇത്രയധികം ഫീസ് അടച്ചിട്ടും എന്താണ് ഇത്ര എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. ഇങ്ങനെയാണ് അതിന്റെ സിസ്റ്റം. കാരണം ഇതൊരു പിന്നെ പറയാ ഡോക്ടർക്ക് സമാനമായ ഒരു പൊസിഷനിലേക്ക് നിങ്ങളെ ഉയർത്തുകയാണ്. അപ്പൊ നിങ്ങൾ ആ അവസ്ഥയ്ക്ക് എത്തി എന്ന് ഉറപ്പാകുന്ന ഒരു പൊസിഷനിലേ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് എൻ്റെ വക തരികയുള്ളൂ. എന്നാൽ എന്താ പറയാ, ഒരു എംബസി അറ്റസ്റ്റഡ് ആയ സർട്ടിഫിക്കറ്റ് ഒക്കെ തരുന്ന വേറെ കോഴ്സുകൾ നമ്മൾ നടത്തുന്നുണ്ടാവും. അവിടെ പോയിട്ട് നിങ്ങൾക്കത് നേടുകയും ചെയ്യാം. ഇവിടെ നമ്മളത് സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് പ്രത്യേകം പറയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സങ്കടം വരികയാണെങ്കിൽ ഇവിടെ തന്നെ നിർത്താവുന്നതാണ്. സർട്ടിഫിക്കറ്റ് ബേസ് ചെയ്തിട്ട് നിങ്ങൾ ആരും വർക്ക് ചെയ്യേണ്ടത്. എന്നാൽ ഒരുപാട് സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ PGയും ഡിഗ്രിയും അതിന് PhD ഒക്കെ ചെയ്തിട്ടുണ്ട്, ഡോക്ടറേറ്റും ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കേസ് കൂടുതലായി പഠിക്കണമെങ്കിൽ കൂടെ വന്നോളൂ, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഞാനും നിങ്ങളെ കൂടെ പഠിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പൊ പറഞ്ഞു വന്നത്, സർട്ടിഫിക്കറ്റ് ഓറിയന്റഡ് ആയിട്ടല്ല ഈ ക്ലാസ് നടത്തുന്നത്, എന്നാൽ എക്സ്പീരിയൻസ്ഡ് ഓറിയന്റഡ് ആയിട്ട് ഇവിടെ കിട്ടിയ സാധനത്തെ നിങ്ങൾ എന്ത് ചെയ്യണം, കൊടുക്കാൻ തയ്യാറാണ്. ഇന്ന് ഒന്നാമത്തെ ദിവസം ഒന്നും വർക്കുകളൊന്നുമില്ല. നിങ്ങൾ മാനസികമായി ഇതിന് ഒരുങ്ങുക. യെസ്, എനിക്കൊരാളുടെയെങ്കിലും പ്രശ്നത്തിനെ പരിഹരിക്കാൻ കഴിയണമെന്ന് ഒരു ചിന്ത നിങ്ങളെ ഉള്ളിലേക്ക് കൊണ്ടുവരിക, വളരെ സീരിയസ് ആയിട്ട്. അപ്പൊ ഇനിയിപ്പോ ഡ്യൂട്ടിയുടെ ഇടയിൽ കേൾക്കുന്ന ആളുകളും, ഇത് റെക്കോർഡിംഗ് ആണ്, ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഈ റെക്കോർഡിംഗ് നമ്മൾക്ക് ഗ്രൂപ്പിലിടും, പെയ്ഡ് ഗ്രൂപ്പിൽ അവിടെ ഇടും. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കേൾക്കാവുന്നതാണ്. അപ്പോൾ പുറത്തിരിക്കുന്ന ആളുകളുണ്ടാവും, എന്താ പറയുക, പൈസ അടക്കാൻ മടിയുള്ള ആളുകളുണ്ടാവും. ഒരു മടിയും കരുതണ്ട, എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. എനിക്ക് ലിങ്ക് വേണം, ക്ലാസ്സിൽ കയറും, 30 ദിവസം കഴിഞ്ഞിട്ടും പൈസ അടച്ചാൽ മതി. നിങ്ങൾക്ക് ആ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ആ ഓപ്ഷൻ കിട്ടിയിട്ടില്ല ബാബു സാറേ. അല്ല, നമുക്ക് ആ ഓപ്ഷൻ കിട്ടില്ല. മുഴുവൻ പൈസ അടച്ചെങ്കിൽ എവിടെയാണ് ഈ ക്ലാസ് നടക്കുന്നുള്ള ലൊക്കേഷൻ പോലും ഞങ്ങൾക്ക് അയച്ചു തരുള്ളൂ. പുറത്തുള്ള നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോകുന്നെങ്കിലും അവിടെയും അങ്ങനെ ആയിരിക്കും. മുഴുവൻ ക്യാഷ് കിട്ടിയെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് അങ്ങനെ കമ്പൽസറി ആവാതിരിക്കൽ ഒരു പ്രധാന കാരണം, ഞാൻ ഏതായാലും ഈ വണ്ടി ഓടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വരികയും ചെയ്യും. അപ്പൊ എനിക്ക് പ്രത്യേക ചെലവൊന്നുമില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. എന്നാൽ നിങ്ങളൊരു മാറ്റം വരണമെങ്കിൽ എന്നൊരു ആഗ്രഹം നിങ്ങൾക്ക് വേണമെങ്കിൽ, ആഗ്രഹമുണ്ട്, എനിക്ക് മാറിയേ മതിയാകൂ, അങ്ങനെ വേണമെങ്കിൽ 100% നിങ്ങൾ ഇൻവോൾവ് ആവണമെങ്കിൽ യു മസ്റ്റ് പേ. നിങ്ങൾ നൽകി പൈസ കൊടുത്ത് പണം മുടക്കിയേ മതിയാവും. കാരണം ഒരുപാട്
ഫ്രീ ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ മാറ്റം വന്നിട്ടുണ്ടാവില്ല. മാറ്റം വന്നേ മതിയാകൂ. കാരണം ഇവിടെ ഇത് കേട്ടാ പോരാ, വേറൊരാളിൽ ലൈഫിൽ മാറ്റം വരുത്താൻ നമ്മൾ ഒരുങ്ങുകയാണ്. അതുകൊണ്ടാണ് നമ്മളൊരു മാനസികമായ ഒരു തയ്യാറെടുപ്പ് എന്ന് പറയാം ഇതിന്. പിന്നെ സമയം എത്രയായി എന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടോ? 9:16 8:30 തുടങ്ങി, 9:30 നിർത്തുകയും വേണം. അപ്പോ ഞാൻ നിങ്ങൾക്കൊരു കുറച്ച് സമയം തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാൻ നിങ്ങളോട് 2 വാക്കുകൾ സംസാരിപ്പിച്ചുകൊണ്ട് വീണ്ടും ഞാൻ ഏറ്റെടുത്തതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ പ്രധാനമായി ചോദിക്കണമെങ്കിൽ ചോദിച്ചോളൂ. അബ്ദുള്ള ചെരിപ്പുറത്ത് ഇപ്പൊ ആക്റ്റീവ് ആണല്ലോ, എന്നാ പറഞ്ഞോളൂ. എന്താണ്, ഡ്യൂട്ടിയുടെ ഇടയിലാണോ നിങ്ങളുള്ളത്? ജോലി ചെയ്തുകൊണ്ടിരിക്കുക, വണ്ടി ഓടിക്കുക, മറ്റേതാണെങ്കിൽ സംസാരിക്കേണ്ടതില്ല. മൊഹീദ്ദീൻ കൈ പൊക്കിയിട്ടുണ്ട്, എന്തിനാണ്? പറഞ്ഞോളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇതുവരെ പറഞ്ഞത്. അപ്പൊ എന്താണ് കൗൺസിലിംഗ്, ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ പറയാം. നാളെയും ഫ്രീ സെഷൻ തന്നെയാണ്. ഇതേപോലെ ലിങ്കുകൾ നാളെയും അയച്ചു തരാം. മറ്റന്നാൾ ആകുമ്പോഴേക്ക് ക്ലാസ് രസമാണെന്ന് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൂടെ വന്നാൽ മതി. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നിങ്ങളെ മുഴുവനും പരിചയപ്പെടാനുള്ള സമയം ഞാൻ എടുക്കുന്നില്ല. കാരണം എത്രത്തോളം പറയാൻ പറ്റുമോ അത്രത്തോളം പറയാന്ന് എഴുതിയിട്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വന്ന ആളുകളെ മുഴുവനും ഞാൻ എന്ത് ചെയ്യണം, പരിചയപ്പെടുത്തിക്കാണ്ടൊക്കെ സമയം കളയാണല്ലോ, അത് വേണ്ട എന്ന് കരുതിയിട്ടാണ്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഫീസുമായി ബന്ധപ്പെട്ടതോ ക്ലാസ്സുമായി ബന്ധപ്പെട്ടതോ പുതുതായി വന്ന ആളുകൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ആകെ ഞെട്ടിയോ? ഇങ്ങനെ പേടിച്ചോ? കാര്യമായിട്ടൊന്നും ചോദിക്കാനൊന്നുമില്ല. എന്നാ ഞാൻ ബാക്കി ഭാഗം പറയാം. സാർ, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ സന്ധ്യ. വെരി ഗുഡ് സദ്യ, ചോദിച്ചോളൂ. സാർ 4 ലെവലുണ്ട് കോഴ്സ് എന്ന് പറഞ്ഞില്ലേ, അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാമോ? വെരി ഗുഡ് 1, 2, 3, 4 ലെയറിലാണ് നമ്മൾ ഈ ലെവലിലാണ് ഈ ക്ലാസ്സിനെ കൊണ്ടുപോവുക. കാരണം ഒരു കേസ് നമ്മൾ എടുത്താൽ അത് ഡീറ്റെയിൽ ആയി നമ്മൾ പഠിച്ചു പോകണം. കാരണം ഈ കേസിനെ ഡീറ്റെയിൽ ആയി എടുക്കുക എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരാൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ ആ സംശയം നമ്മൾ ദൂരീകരിച്ചിട്ടാണ് പോവുക. ഇതേ കേസ് വന്ന് കൈകാര്യം ചെയ്ത ആളുണ്ടാവും, അവരും ഒരു പക്ഷേ ഇതിലേക്ക് കോൺട്രിബ്യൂഷൻ തരുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ കൂട്ടത്തിൽ ഉള്ള ആളുകൾ തന്നെ ചില സമയത്ത് നമുക്ക് കോൺട്രിബ്യൂഷൻ തന്നുകൊണ്ടിരിക്കും. ചില സമയത്ത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും, എനിക്ക് ഞാൻ കാണുക പോലും ഉണ്ടാവില്ല, ബാക്കിയുള്ള ആളുകൾ തന്നെ അതിന് മറുപടി എക്സ്പീരിയൻസ്ഡ് ആയ ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ടാവും, അവരിന് ഉത്തരം തരുകയും ചെയ്യും. അപ്പോൾ ആ ലെവലിലാണ് നമ്മൾ പോവുക. അപ്പൊ ഇതിനെ നമ്മളൊരു 4ാമത്തെ ലെവലിൽ നമ്മൾ നിർബന്ധമായി ഒരുമിച്ച് കൂടും. ഒരുമിച്ച് സാർ ഇപ്പോ നിതിൻ ബാബു സാർ നേരത്തെ കുറച്ച് മുമ്പ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, എന്നോട് പേഴ്സണലായിട്ട് അഭിപ്രായം പറഞ്ഞു, പറ്റുമെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിലെ 1-2 മാസം കൂടുമ്പോൾ ഒരു ദിവസമെങ്കിലും ഒരുമിച്ചിരുന്നിട്ട് ഇവിടെ എല്ലാവരുടെയും പ്രശ്നങ്ങളൊക്കെ, പുതിയ കേസുകൾ വരുമ്പോൾ ആ കേസുകളൊക്കെ പോലെ വിക്ക് പോലെയുള്ള കേസുകളൊക്കെ നിസ്സാരമായി കൈകാര്യം ചെയ്യാൻ നിങ്ങൾ പറഞ്ഞോന്നല്ല, ചെയ്ത് കണ്ടത് ആൾ തന്നെയാണ് അദ്ദേഹം, ഞങ്ങൾക്ക് അറിയുന്നത്, അദ്ദേഹം അറിയാം. അപ്പൊ അങ്ങനത്തെ കേസുകളൊക്കെ ഇവരൊക്കെ പരിചയമാവാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയിട്ട് അങ്ങനെ ഒന്ന് ചെയ്തെങ്കിലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 4ാമത്തെ ലെവലിൽ നമ്മൾ ഒരുമിച്ച് കൂടും. അപ്പൊ ആ ഒരുമിച്ച് കൂടിയിട്ട് നമ്മൾ ആ കേസുകൾ ഓരോന്നോരോന്ന് പഠിക്കുകയും യഥാർത്ഥ ക്ലയന്റുകളെ, ഇപ്പൊ ഈ പഠിച്ച ഓരോ കേസുകളിലും യഥാർത്ഥ ക്ലയന്റുകളെ നമ്മളെ മുമ്പിൽ വിളിച്ചിരുത്തിയിട്ട് അവിടെ ഇരുത്തി ആ കേസുകളെ നമ്മൾ സോൾവ് ചെയ്യും. ഫസ്റ്റ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സമയത്ത് ഞാൻ അതിനെ എങ്ങനെ ചെയ്യേണ്ടുന്ന സ്റ്റെപ്പൊക്കെ ആദ്യം 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ആ പഠിച്ചതിനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സെഷൻ ആയിരിക്കും 4ാമത്തെ ലെവൽ വരെ. അപ്പൊ 3 ലെവലിലും നമ്മൾ ഇതിന്റെ ബാക്കി ഭാഗം അതിന്റെ ബാക്കി ഭാഗം അങ്ങനെ പാഠഭാഗങ്ങൾ പഠിച്ച് പോവുമായിരുന്നു. ഇപ്പോ ഈ സെഷനിൽ നമ്മൾ ക്ലാസ് എന്തൊക്കെ പഠിക്കണം എന്ന ചോദ്യത്തിന് കൃത്യമായി പറഞ്ഞാൽ ഇതിന്റെ ലെവൽ 2 അറ്റൻഡ് ചെയ്ത ആളുകളുടെ നിർദ്ദേശപ്രകാരമുള്ള ക്ലാസ്സുകളാണ് ഇപ്പൊ നമ്മൾ ഈ സെഷനിൽ തരാൻ പോകുന്നത്. എന്നാൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം, ചില സംശയങ്ങൾ ചോദിക്കാം. ആ സംശയം ബേസ് ചെയ്തിട്ടായിരിക്കും അടുത്ത ക്ലാസ്സുകൾ ഉണ്ടാവുക. അപ്പോൾ ലെവൽ നമുക്ക് 1ാമത്തെ ലെവലും 30 ദിവസമായിരിക്കും, 2ാമത്തെ ലെവലും 30 ദിവസമായിരിക്കും, 3ാമത്തെ ലെവലും 30 ദിവസമായിരിക്കും. 4ാമത്തെ ലെവല് എത്ര ദിവസമാണെന്ന് കൃത്യമായി പറയില്ല. എന്താ കാരണം വെച്ചാൽ നിങ്ങൾ ആ കോഴ്സുകളിൽ എന്തെല്ലാം കേസുകൾ നമുക്ക് വരാമോ അതൊക്കെ നമ്മൾ ഓൺലൈനിൽ പഠിച്ച്
കൃത്യമായ ശേഷം ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടാൻ പറ്റിയിട്ട് ഒരൊറ്റ ദിവസം ഒരൊറ്റ സിറ്റിങ്ങിൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ എന്താ പറയാ ഒരു പിന്നെ MBBS ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, ഹൗസ് സർജൻസ് ചെയ്യുന്നത് പോലെ നമ്മൾ അവിടെ ഇരുന്ന് ക്ലയന്റുകളെ വിളിച്ചു വരുത്തി അവർക്ക് അന്ന് സൗജന്യമായി നമ്മളെ കേസുകൾ കൈകാര്യം ചെയ്ത് കൊടുക്കും. അപ്പൊ യഥാർത്ഥ ക്ലയന്റുകളെ കാണുകയാണെങ്കിൽ നമുക്ക് ആ ദിവസത്തേക്ക് അവരെ അവിടെ കൊണ്ടുവരികയും ചെയ്യാം. അപ്പോൾ പിന്നെ എന്താ പറയാ ലെവൽ 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട് എന്ന് പേടിക്കൊന്നും വേണ്ട. ഒരു കോഴ്സിന് നമ്മൾ ഈ പറയപ്പെട്ട പോലെ ഇപ്പോ ബേസിക് ലെവലിന് 1-ന് 50 അല്ലെങ്കിൽ 5000 രൂപയാണ് ഫീസ് ഈടാക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ ലെവൽ 1 തുടങ്ങുകയാണെങ്കിൽ 10000 രൂപയാണ് ഫീസ് വെക്കുക. ഇത് അങ്ങനെ സൗജന്യമായി കൊടുക്കേണ്ട ഒരു സാധനമല്ലെന്ന് നിങ്ങൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയെടുക്കും. 5000 ഫീസ് പോരാന്ന് ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്കും തോന്നും. അത് കാരണം പുറത്തു പോയി നിങ്ങൾ ഈ കാര്യം കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ നിങ്ങൾ അതിനേക്കാൾ കൂടുതൽ ചെലവഴിക്കേണ്ടി വരുമെന്ന് തിരിച്ചറിയുന്ന സമയത്ത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ കോഴ്സിനെ ഇങ്ങനെ കൊണ്ടുപോകാം. 5000 വെച്ചിട്ട് തന്നെ ലെവൽ 1-ഉം 2-ഉം 3 ഒക്കെ നമുക്ക് പഠിച്ചു പോരാം. ലെവൽ 1-ന് ആണ് 5000, 2-ന് 5000 ആണോ അല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ഓക്കെ, ക്ലിയർ ആയല്ലോ സന്ധ്യ? ക്ലിയർ ആയി സർ, താങ്ക് യു. താങ്ക് യു. എനി അതർ ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും? സർ ഇത് ലെവല് ഇപ്പൊ ഈ സ്റ്റാർട്ട് ചെയ്ത ക്ലാസ് ലെവല് 1 ആയിട്ടാണ് കൂട്ടുക? ലെവൽ 1 ആണ്. ലെവൽ 1 അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കും. ഇവർക്ക് ആർക്കും പുതിയതായി വന്ന ആർക്കും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും ക്ലാസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുക. എന്നാൽ ലെവൽ 3-ലേക്ക് എത്തിയ ആളുകളുടെ ഒന്നും കുറയുകയുമില്ല. നിങ്ങൾക്കും അത് പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ, ഇത് ബേസിക്, അഡ്വാൻസ്, മാസ്റ്റർ എന്നുള്ള ആ രീതിയിലാണോ പോകുന്നത്? അല്ല കൗൺസിലിന്റെ മാത്രമുള്ള ഇത് NLP അല്ല നമ്മൾ ഇവിടെ ശരിക്കും പഠിപ്പിക്കുന്നത്. എന്നാൽ NLPയിലെ തെറാപ്പി ടൂളുകൾ, പ്രത്യേകിച്ച് ഒരു ക്ലയന്റ് വരുമ്പോൾ അയാളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന ഫോക്കസിലാണ് നമ്മൾ ചെയ്യേണ്ടത്. NLPയിലെ പ്രധാന ടൂളുകൾ വെച്ചിട്ടാണ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹാഫിൽ, നിങ്ങളെ പേര് ആദ്യം കണ്ടോണ്ട് വിളിച്ചതാണ് കേട്ടോ. എബിൻ, എനി ക്വസ്റ്റ്യൻസ്? മൈക്ക് ഓണാക്കി. മുജീബ് മാഷാണ്. മുജീബ് സാറ്, വെരി ഗുഡ്. വെൽക്കം. നമ്മള് പിന്നെ ഒരാളെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണല്ലോ ഇപ്പൊ ഇത് ഇങ്ങനെ ക്ലാസ്സുകള്. സ്വന്തം പ്രശ്നങ്ങൾ കൂടി ഇതോടുകൂടി പരിഹരിക്കപ്പെടും. യെസ്, ആദ്യം അതാണ് സാറേ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒരു കേസിനെ കൈകാര്യം ചെയ്യുമ്പോൾ അതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി എടുക്കണം. എന്താണ് കേസ്. അപ്പൊ നമ്മുടെ കേസുകളൊന്നും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ അവതരിപ്പിക്കാം. നിങ്ങളുടെ കേസ് എന്നല്ല, നമ്മുടെ ഉദാഹരണത്തിന് നമ്മൾ അധ്യാപകരാകുമ്പോൾ ക്ലാസ്സിൽ വരുന്ന കുട്ടികൾ, സ്കൂളിൽ കാണുന്ന കുട്ടികൾ, അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകർ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആളുകൾ, അവരുടെ കേസുകളൊക്കെ നമുക്ക് ഇവിടെ അവതരിപ്പിക്കാവുന്നതുമാണ്. അതിന് നമുക്ക് പരിഹാരം കണ്ടെത്താവുന്ന. കാരണം ക്ലാസ്സിൽ ഒരു മൊഡ്യൂൾ നമ്മൾ ഒരു അരമണിക്കൂർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി അരമണിക്കൂർ നമ്മൾ ആ കേസിനെ പഠിക്കാനാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് കേസുകളെയും ചോദിക്കുകയും ചെയ്യാം. ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ കേസുകളാണ്. ഇനി എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. NLPയുടെ മാസ്റ്റർ നടക്കുന്ന സാഹചര്യം കേട്ട ഒരുപാട് പേരുണ്ട്, ഒന്ന് സഹിക്കണേ. ഈ ക്ലാസ്സിൽ പ്രത്യേകത ഉണ്ട്. കഴിഞ്ഞ എൻ്റെ എക്സ്പീരിയൻസുകളാണ് ഞാൻ കാര്യമായിട്ട് പറയാം. വേറെ പുറത്തുള്ള ആളുടെ എക്സ്പീരിയൻസ് ഞാൻ പറയാറില്ല. അപ്പോൾ സെയിം എക്സ്പീരിയൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് സഹിക്കുകയും വേണം കേട്ടോ. ഒരിക്കൽ എൻ്റെ ക്ലാസ്സിൽ, അതായത് മാസ്റ്ററിൽ നമ്മളൊരു വെന്റിലേഷൻ തെറാപ്പി ഉണ്ട്. മൈൻഡ് മുഴുവനും വെന്റിലേറ്റ് ചെയ്യിക്കുന്ന ഒരു കേസ്. അപ്പോൾ കുട്ടിക്കാലത്ത് അടി കൊടുത്തിട്ട് ക്രൂരമായി അടിച്ച ഒരു മാതാവിൻ്റെ പിതാവിൻ്റെ കുട്ടി നമ്മളെ NLP മാസ്റ്ററിൽ അത് മുഴുവൻ വെന്റിലേറ്റ് ചെയ്ത് റിലാക്സ് ആകുന്നുണ്ട്. അപ്പോൾ എനിക്കത് അതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ ഈ കേസ് കേട്ടതോടുകൂടെ കണ്ടതോടുകൂടെ ആ കേസിനെ മുഴുവൻ ഞാൻ ഡീൽ ചെയ്തത്. പക്ഷെ ഞാൻ ആകെ ഡൗൺ ആയിപ്പോയി. അന്ന് ക്ലാസ് കഴിഞ്ഞ് ക്ലാസ് മുഴുവൻ പിരിച്ചുവിടുന്ന സമയത്ത് എല്ലാവർക്കും കൈ കൊടുത്ത് പിരിച്ചുവിടാൻ എൻ്റെ കൈ വിറക്കുന്നുണ്ട്. ആ സമയത്ത് അവരെ കണ്ടാൽ അത് അസ്വസ്ഥമാവെന്ന് കരുതിയിട്ട് ആദ്യമേ ഞാൻ പറഞ്ഞു, ഈ ക്ലാസ് കഴിയുന്നതോടുകൂടെ നമ്മൾ പിരിയും.
ഇനി പിന്നെ എപ്പോഴെങ്കിലും കാണൂ എന്ന് പറഞ്ഞിട്ട് ഉടനെ പിരിയാണ്. എൻ്റെ കൂടെ വണ്ടിയിൽ പോരാൻ വെയിറ്റ് ചെയ്യുന്ന ആളുകളെ പോലും ഞാൻ കയറ്റാണ്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. വഴിയിലൊരു ഭാഗത്ത് വണ്ടി നിർത്തി മുഴുവൻ വെന്റിലേറ്റ് ചെയ്ത ശേഷമാണ് തിരിച്ചു പോയത്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കേസിനെ കൈകാര്യം ചെയ്യാൻ, ഒരു ക്ലയന്റിന്റെ കേസിനെ നാളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ആദ്യം സോൾവ് ചെയ്യേണ്ടത് നമ്മുടെ കേസ് തന്നെയാണ്. അപ്പൊ മുജീബ് സാറേ, ഒരു പ്രശ്നം നമുക്കുണ്ടോ, നമ്മുടെ റിലേറ്റീവ്സിനുണ്ടോ, ഈ സെഷൻ, ഈ വേദി നിങ്ങൾക്ക് ചോദിക്കാനുള്ളതാണ്. നിങ്ങൾ ചോദിച്ച് പരിഹാരം കണ്ടിട്ട് വേണം ആ കേസ് നമ്മൾ കൈകാര്യം ചെയ്യാൻ. അല്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ, കുഴി കിടക്കുന്ന ഒരാൾ, കുഴിയിൽ വീണ് കിടക്കുന്ന ഒരാൾക്ക് നമ്മൾ കൈ കൊടുക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ കൈ കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മുടെ കാല് സ്ട്രോങ് ആവണം, ചവിട്ടിയ മണ്ണ് സ്ട്രോങ് ആവണം. ആ ചവിട്ടിയ മണ്ണും എൻ്റെ കാലും സ്ട്രോങ് അല്ലെങ്കിൽ ഞാൻ അയാൾക്ക് കൈ കൊടുക്കുന്ന നിമിഷം മുതൽ ഞാൻ ആ കുഴിയിൽ വീഴേണ്ട ആളാണ്. അപ്പൊ കുഴിയിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തണമെങ്കിൽ എൻ്റെ കൈക്ക് സ്ട്രോങ് വേണം, എൻ്റെ കാല് സ്ട്രോങ് വേണം, ഞാൻ ചവിട്ടിയ മണ്ണും സ്ട്രോങ് ആവണം. എൻ്റെ പ്രശ്നം എന്നെ അലട്ടാൻ പാടില്ല. എൻ്റെ പ്രശ്നം എന്നെ അലട്ടിയാൽ അയാൾ ഒരു സങ്കടവുമായി എൻ്റെ മുന്നിൽ വരുമ്പോൾ അയാൾക്ക് കൈ കൊടുത്ത് അയാൾ ആ കുഴിയിൽ നിന്ന് ഉയർത്താൻ എന്നെ കൊണ്ട് കഴിയില്ല. അയാൾ പറയുമ്പോഴേക്കും ഞാൻ കരയിൽ തുടങ്ങും. എന്നിട്ട് വന്ന ക്ലയന്റ് പറയണം, സാരല്ല പോട്ടെ പോട്ടെ എന്ന് പറയുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായാൽ നമ്മൾ ആ പണിക്ക് പറ്റില്ല എന്നർത്ഥം. അപ്പൊ ഫസ്റ്റ് നമ്മളെയാണ്, ഈ ശരീരത്തിനാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. വിജയ് സാർ ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, താങ്ക് യു സാർ. അപ്പോ ഇനി ആർക്കെങ്കിലും ചോദിക്കാൻ സമയമുണ്ട്. 27 ആയിട്ടുണ്ട്. 3 മിനിറ്റും കൂടെ ബാക്കിയുണ്ട്. ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. പിന്നെ അമ്മ കൂടെ വന്നിട്ടില്ലേ? ആ അമ്മക്കൊന്ന് ഫോൺ കൊടുക്കും, അല്ലെങ്കിൽ വീഡിയോ ഒന്ന് കൊണ്ടുവരും. അമ്മക്ക് എന്താ പറയാനുള്ളത്? പറയൂ അമ്മ. ഈ ക്ലാസ്സുമായി ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? മുഴുവൻ ഫീസ് അടച്ച ആദ്യത്തെ വ്യക്തി നിങ്ങളാണല്ലോ, പറയൂ. ഞാൻ ആദ്യം ഈ ക്ലാസ്സിൽ വരുമ്പോ എനിക്ക് എന്താണ് NLP എന്ന ഈ ക്ലാസ്സിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അപ്പൊ 2 ലെവല് ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഈ ക്ലാസ് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ ക്ലാസ്സിൽ ഫീസ് കൊടുത്ത് തന്നെ പഠിക്കണം എന്ന് തോന്നുന്നു. താങ്ക് യു. ഇപ്പൊ ഈ ക്ലാസ്സിൽ ഫസ്റ്റ് വന്ന കുറെ ആളുകൾക്കുള്ള മോട്ടിവേഷൻ വാക്കാണ് നിങ്ങൾ ഈ പറഞ്ഞ വാക്ക് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത്. എനിക്ക് ക്ലയന്റ് NLP കഴിഞ്ഞിട്ട് ഒരു ക്ലയന്റ് വന്നിരുന്നു. ഡിപ്രഷനും സൂയിസൈഡൽ ടെൻഡൻസി ഒക്കെ ആയിട്ടാണ് വന്നത്. കൂടാണ്ട് ആൻസൈറ്റി ഉണ്ടായിരുന്നു. കൗൺസിലിംഗ് നടക്കുന്ന ഓൺലൈനായിട്ട് കൗൺസിലിംഗ് പോകുന്നത് ഇടയ്ക്ക് ഞാൻ എനിക്ക് ആൻസൈറ്റി വന്നു എന്ന് പറയേണ്ടി വരും. കാരണം പെട്ടെന്ന് തന്നെ ആൾക്ക് ലൈഫ് സ്റ്റേജിങ് ഒരു മൊമെന്റ് ഉണ്ടായപ്പോൾ എനിക്കൊരു പ്രത്യേക ഇത് കൊടുക്കേണ്ടി വന്നു. അപ്പൊ എനിക്ക് റാപ്പോ ബിൽഡ് ചെയ്യുന്ന നമ്മുടെ ടെക്നിക്കുകൾ അത്രയും വർക്ക്ഔട്ട് ആയോ എന്ന് എനിക്കൊരു ഷുവാരിറ്റി ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ മാഷിനെ ഇന്നലെ ഞാൻ വിളിച്ചിരുന്നു, ക്ലയന്റിനെ വിളിക്കുന്നതിന് മുന്നേ. അപ്പൊ എനിക്ക് വീണ്ടും റാപ്പോ ഒന്നുകൂടെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു റാപ്പോ നമ്മൾ തമ്മിൽ ഉണ്ടാക്കി തന്നു. ആ റാപ്പോ വെച്ച് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഇന്നലെ എനിക്ക് മനസ്സിലായത് ആ ആൻസൈറ്റി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്നും, കൂടാണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ ആങ്കറിങ്, അതുപോലെ ഞാൻ ചെയ്ത നമ്മുടെ സുഷ്മ മെത്തേഡ് ആങ്കറിങ്, അതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ വർക്ക്ഔട്ട് ആയിരുന്നു. ആളെന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഇതുവരെ. ആളത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. എന്നുവെച്ചാൽ തനിക്ക് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് ആൾക്ക് തുറന്നു പറയാനൊരു മടി ഇതുവരെ ഉണ്ടായിരുന്നു. അതും നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലാണ് ആള് നിൽക്കുന്നത്. എനിവേ, ഇന്നലെ അറിയാതെ ഈ പറഞ്ഞ റാപ്പ് തിക്കായി കഴിഞ്ഞപ്പോൾ അറിയാതെ അയാൾ എന്നെ തുറന്ന് ഇതെല്ലാം എന്നോട് പറഞ്ഞു. അതായത് അയാളെ കുറ്റങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരുടെ പേരുകളൊക്കെ ഞങ്ങളുടെ ടോക്കിൽ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഇന്നലെ എനിക്കൊന്ന് സപ്പോർട്ട്, അതായത് ഒരു ഗുരുനാഥൻ അവിടെ ഉണ്ടെന്നുള്ള ആ സപ്പോർട്ട് തന്നതുകൊണ്ട് നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റി. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ് എഫക്റ്റീവ് ആണെന്ന് മനസ്സിലായി. ഇത് 5 അല്ല പക്ഷേ. താങ്ക് യു. ഞാൻ സൈക്കോളജി എടുക്കുന്ന ആളാണ്. അത് തിയററ്റിക്കലായിട്ട് അവിടെ കയ്യിലിരിക്കുകയുള്ളൂ. നമ്മളതിലും മെഡിസിൻ ഒന്നും കൊടുക്കാനില്ല. ഇതാണ് NLP ആണ് ഏറ്റവും നല്ല മെഡിസിൻ. ക്ലിയർ ആയി. അതിൽ ഏറ്റവും പ്രധാനതാണ് എബിൻ നമ്മളെ കൂടെ എല്ലാ വിവരണ ആളുകൾ പറയണേ, പിന്നെ റാപ്പോ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് ആളുണ്ടായിരുന്നു. അതായത് കിട്ടിയാൽ പോരാ എന്നതാണ് അതിനർത്ഥം. ഇനിയും വേണം എന്ന ഫീലിംഗ് ആണ് അതിന്റെ പ്രധാനം. എത്ര കിട്ടിയാലും മതിയാകാത്ത ടോപ്പിക്കുമാണ്. നമ്മളിപ്പോ NLP മാത്രമായി നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് മാസ്റ്ററിൽ വന്ന കുറെ ആളുകളുണ്ട്. അവർക്കറിയാം ഒരു മാസ്റ്ററിൽ 1 മണിക്കൂർ മുഴുവൻ നമ്മൾ റാപ്പാണ് പഠിപ്പിക്കുക. എന്നാൽ അടുത്ത പ്രാവശ്യം NLP മാസ്റ്റർ നടക്കുന്ന സമയത്ത് വേറെ 1 മണിക്കൂർ NLP റാപ്പ് തന്നെയാണ് പഠിപ്പിക്കുക. അപ്പോൾ മണിക്കൂർ കണക്കിന് പഠിച്ചാലും തീരാത്തൊരു ടോപ്പിക്കാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ചെയ്യാനുള്ള ടോപ്പിക്കാണ്. കിട്ടിയാൽ മതിയാവില്ല എന്ന് തോന്നൽ നമുക്കുണ്ടാവും. പക്ഷെ റിസൾട്ട് ഓറിയന്റഡ് ആണ്. റിസൾട്ടിന്
ഒന്നും പഠിക്കാത്ത ആളുകൾ അല്ലെങ്കിൽ ഈ സൈക്കോളജി അടിസ്ഥാനപരമായി ഒന്നുമില്ലാത്ത കുറെ ആളുകൾ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അവർക്കും മനസ്സിലാവുന്ന രീതിയിൽ, പ്രത്യേകിച്ച് മലപ്പുറം സ്റ്റൈലിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടാവുക. ഞാൻ കാരണം മലപ്പുറത്തുകാരനാണ്. വിവിധ ജില്ലയിലെ ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. അവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ക്ലാസ്സിനെ ഞാൻ കൊണ്ടുപോകും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇതുപോലെ ചോദിക്കാവുന്നതാണ്. റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കും. ഫീസ് പേടിച്ചിട്ട് നിങ്ങൾ ഓടുകയൊന്നും വേണ്ട. ഇപ്പോൾ 5000 ഉള്ളൂ. ഇത് തുടങ്ങിയപ്പോൾ 2000, 3000 ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 5000 ആയിട്ടുള്ളൂ. അടുത്ത പ്രാവശ്യം ഇതേപോലെ നിങ്ങൾക്ക് പരസ്യം കാണാം. 10000 രൂപയാണ് ഫീസ്, കോഴ്സ് ഫീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഭയപ്പെടൊന്നും വേണ്ട, വന്നോളൂ, കൂടെ വന്നോളൂ. വന്ന ആളുകൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ക്ലാസ് മെച്ചമാണെന്ന് ബോധ്യമായ ശേഷം ഫീസ് അടച്ചാൽ മതി. അത് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനിയും ബാക്കി ഭാഗങ്ങൾ നാളെ നമുക്ക് തുടരാം. ഇന്ന് മുതൽ 9:31 നിങ്ങളെ സമ്മതമില്ലാതെ 1 മിനിറ്റ് ഞാൻ അധികം സമയം എടുത്തിട്ടുണ്ട്. നാളെ കൃത്യം 8:30 വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടെ വിടവാങ്ങുന്നു. താങ്ക് യു ആൾ. നിർത്തിക്കോട്ടെ, സമ്മതമില്ലാതെ നിർത്താണേ കേട്ടോ. ഓക്കെ, നാളെ കാണാമെന്ന്. താങ്ക് യു. ഒരു കാര്യം പറയാം.